ചേട്ടാ ഉടച്ചിനൊരു ഗമിയിലല്ല, അങ്ങോട്ട് കുത്തി വിട്. ഓടാ പാടാ ഓടാ പോയി തരത്തി കുത്തു. എടാ സോമ, പക്ഷിപ്പനിക്കുള്ള പ്രതിരോധ മരുന്ന് വരോന്ന് പറഞ്ഞിട്ട് എന്നായി? സർക്കാർ കാര്യമല്ല സഹിച്ചേട്ടാ, വന്നാ വന്നു. അതെ, ആ കെമിക്കൽ ഏറ്റിയ പേസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഞാൻ ഒന്ന് പറിക്കാം. അയ്യോ എന്റെ പൊന്നു സോമ വേണ്ട. നീ കഴിഞ്ഞ ദിവസം തന്ന ഇല കടിച്ചിട്ടെന്റെ കണ്ടനാളം പോലെ കുണ്ടിഭാഗം വരെ കഴിച്ചു കൊണം വന്നുപോയി. എന്റെ കയ്യിലേ ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്ത നല്ല ബെസ്റ്റ് ക്ലാസ് പേസ്റ്റ് ഉണ്ട്, എനിക്കത് മതി. പക്ഷെ പല്ലിന് ഇതൊക്കെ തന്നെ ബെസ്റ്റ്. ഓ വേണ്ട. എവിടെയൊക്കെയാണ് പേപ്പർ ഇടുന്ന അജിനോമോട്ടോളുണ്ടായവനെ? ഈ കാലോടെ ഇട്ടോണോ ഇതുകൊണ്ട്? നല്ല ഉന്നോളാ. ഒന്ന് പോടോ. എടാ സോമ എല്ലാം പറ്റിയാടാ? ഒന്നുമില്ല, നടുവിനെ ചെറിയൊരു പിടുത്തം. ആ ഇതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ പല്ലിന് കൊള്ളാം, എല്ലിന് കേടാ. ആ എന്റെയൊക്കെ പരസ്യം വായിക്കാനല്ലേ കാശ് കൊടുത്ത് പത്രം വാങ്ങുന്നത്. അമ്മേ അമ്മേ, എന്നതാടാ? അമ്മ ഇവിടെ ഇത്ര സ്ഥലം കിടന്നിട്ട് ഈ മാവിന്റെ ചോട്ടിട്ട് നമുക്ക് ചവറെത്തിക്കാൻ പറ്റത്തുള്ളോ? അത് നീ നട്ട് വളർത്തിയതൊന്നും അല്ലല്ലോ, അത് തന്നെ ഇവിടെ മുളച്ചു വന്നല്ലയോ? ഈശ്വര, എന്റെ മാവ്. ഓ, ഈ തവി. ആഹാ, മാവ് പൂക്കുറ്റി പോലും പൊങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വെള്ളപ്പം എന്താണേലും കലക്കും. എന്നോട്ടാണോ അമ്മ ഓടിയത്? ഇപ്പൊ മനസ്സിലായി ഞാൻ വീടിന്റെ അകത്ത് ടൈലിടാത്ത എന്താണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ മുഴുവൻ ടൈലൊട്ടിച്ച് അങ്ങ് താജ്മഹൽ ആക്കിയേനെ. ഒന്ന് പോയടേ ഇറക്കാം. ആ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടാവും. ഇല്ലടാ, ഇന്നത്തെ വേലിയേറ്റത്തിൽ പൊങ്ങിയതാ. എനിക്ക് അറിഞ്ഞുകൂടെ നിന്നെ? തേങ്ങാവെള്ളവും ചെറുപഴവും അരച്ച് ചേർത്തേക്കുന്നേ. ഇനി അതിന്റെ പേരിൽ വെള്ളയപ്പം കഴിക്കാതിരിക്കണ്ട. എടുത്തോന്നോ? പുറത്തു കൊടുത്ത 8 രൂപ കിട്ടുന്ന മുട്ട എടുത്തിട്ട് അവന്റെ പിള്ളേര് കളി. എന്നതാടാ ഇത്? ആരെ കാണിക്കാനാടാ അവന്റെ ഒരു കൃതാവ്. ഓ നോക്കണ്ട. നിറനാഴിച്ചെമ്പിന് തുമ്പില് ദൈതാരോ, വരി നെല്ലിൻ പുഞ്ച നിറയ്ക്കണ് ദൈതാരോ, വെള്ളോടിൻ ചെറുകിണ്ണത്തിൽ ചെമ്പാവിൻ കനി വീഴുമ്പോൾ പുല്ലാഞ്ഞി തണ്ടാൽ കൈവീശും നാട്. അരിനെല്ലിക്കൊമ്പില് തെന്നല് ദൈതാരോ, തിരുതാളിക്കമ്മല് വെക്കണ് ദൈതാരോ, കയ്യോന്നിച്ചെടിയാടുന്നീ കയ്യാലപ്പടിയോരത്താൽ കണ്ണേറും നാട് പൊന്നാണി നാട്.
ചേരുന്നോട് ഒഴുകുന്നേ ചൊല്ലിൽ തേന് കളവൊന്നും ചൊല്ലാതെന്നും പറയുന്നേ മണ്ണിൻ നേര് കറയില്ല കയ്യേല് ചതിയില്ല ഉള്ളേല് കുളവാഴത്തണ്ടിന് തുമ്പില് ദൈതാരോ ഇളനീലത്തുമ്പി ചിരിക്കണ് ദൈതാരോ കയ്യോന്നി ചെടിയാടും നീ കയ്യാലപ്പടിയോരത്താൽ കണ്ണേറും നാട് പൊന്നാണി നാട് നീ സൈഡിലേക്കല്ലേ കേറ്. വേണ്ട സഹിച്ചേട്ടാ, ഞാൻ ഇന്നലെ മൊത്തം ഇരിപ്പായിരുന്നു. നല്ലൊരു നടപ്പ് കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഉണ്ടല്ലോ ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ദേവൻസ് കാറ്ററിംഗ് ചോദിച്ചാൽ മതി. പെട്ടെന്ന് വേണം, നല്ല നടപ്പുണ്ട്. നിങ്ങളെ ബൈക്ക് അങ്ങോട്ട് വെച്ചു, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകാം. കൂടെ നീ ഒറ്റക്കങ്ങോട്ട് നടന്നാ മതി. ബൈക്കൊക്കെ ചേച്ചി എന്താ പറഞ്ഞു? വയറായിരിക്കും. പണം ചേട്ടാ നമസ്കാരം. അയ്യോ സോമ, ഇന്ന് ചില്ലറയായിട്ടില്ല. അതിന് ചില്ലറ ആര് ചോദിച്ചു? കൊള്ളാലോ. ചില്ലറക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. വിഷം തളിച്ച പച്ചക്കറിയാണെന്ന് പറഞ്ഞേ ഒരു സാരി ഇവിടുന്ന് വാങ്ങിക്കത്തില്ല, വെറും പാഴ്. വിഷമടിച്ച പച്ചക്കറിയാണോ പൊന്നപ്പ? പിന്നെ യോ അതൊക്കെ വെറുതെ ചുമ്മാ അന്ധവിശ്വാസമാ. ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ആ മല്ലി ഒരു ചട്ടി കൂടി. മല്ലി നിനക്ക് 2 ചട്ടി തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ചട്ടി കൊണ്ടുപോവാ. വലിയണ്ട ചുമക്കത്രക്കാ പോരാ, സാധകം ചെയ്യണം. സോമൻ വരുന്നുണ്ട്, വഴിക്കണ കാണണ്ട. സോമനല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. ആ താൻ അനുഭവിച്ചോ. ബീഡിയാ ജൈവം. ജൈവത്തെണ്ടി. കാലത്തെഴുന്നേറ്റൊരു ബീഡി കൃത്യമായി അങ്ങ് പുകച്ചിടുന്നു. ഏതൊരു ചങ്ങാതി ഗ്രഹത്തിങ്കൽ വന്നാലും ആദ്യത്തെ സൽക്കാരം ബീഡിയാണ്. ബീഡി വലിക്കാത്ത മൂഢന്മാർ ഒന്നിനും താടിയില്ലെന്നു ചിലർ പറയും. കാതിലൊരു മുറി ബീഡി ചേട്ടാ, ഇന്നലെ കാവാലമ്പള്ളിയിലെ കല്യാണത്തിന് ചേട്ടന്റെ ബിരിയാണി ആണെന്ന് കേട്ടല്ല? അതെ, നമ്മുടെ കാറ്ററിംഗ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലേ? സജിയെ, നീ എന്നതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അതല്ല ഇത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ജാനകി ഉണ്ടാക്കിയ സ്പെഷ്യൽ കലക്കൻ ബിരിയാണി. ആണോ? എന്നാ ഒരു മുട്ട പീസും കൂടി കൊടുക്കണ്ട. അല്ലേ കൊടു, കുറ്റം പറയാനുള്ളതല്ലേ. ആവശ്യമുള്ള കഴിച്ചാൽ പോരാ സഹിച്ചേട്ടാ, വെറുതെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്ന. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇയാള് കഴിക്കുന്നില്ലേ? ഓ ചേച്ചിയൊന്നും വിചാരിക്കല്ലേ, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എനിക്കുള്ള ഭക്ഷണം ഞാൻ കയ്യിൽ കരുതാറാ പതിവ്. മോനെ, ഇത് നമ്മുടെ സ്വന്തം കാറ്ററിംഗിലെ ഫുഡാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ വേണ്ട ചേട്ടാ. സോമനെ നിർബന്ധിക്കണ്ട, ഇവൻ ജൈവനാ. കൊള്ളാം കൊള്ളാം. ഞങ്ങളെ കിട്ടണം കേട്ടോ, എന്നെ കിട്ടണം. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇവന്മാര് കാലത്ത് തന്നെ തുടങ്ങിയല്ലോ മാരണങ്ങള്. ഇവന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവനെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ എല്ലാരും സ്കൂളിൽ പോകാൻ നോക്കടാ. അയ്യോ, ഇതിന്റെ ഒരു തൈ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നാ ആന്റി. ആന്റിയോ? ചുമ്മാ ഫീലാക്കാതടാ, അമ്മച്ചിക്ക് ദേഷ്യം വരും. അമ്മച്ചി നിന്റെയൊക്കെ നല്ല കവള മടൽ വെട്ടി ചന്തിക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത്. ആ പ്രിൻസിപ്പാളിനെ ഞാനൊന്ന് കാണട്ടെ. ഒരൊറ്റ എണ്ണത്തിന് ഇനി ഇവിടെ കൊണ്ടുപോകരുത്. എന്താ കാര്യം? അതൊരു കുണ്ടി പ്രശ്നം. അല്ല, കുറച്ചുകാലം മുമ്പ് സേവന വാരത്തിന് അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ചു. അന്ന് മുതല് ആ കുണ്ടി വരെ നമുക്കൊരു തലവേദനയാ. എന്നാ പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ? നല്ല കാര്യമായി. അല്ല, നിങ്ങളുടെ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുവോ? ആ കാര്യത്തിലൊക്കെ അങ്ങേര് കടിച്ചുവാ. ഈ അല്ലെങ്കിൽ കൃത്യം 10 മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്ത് ഇത്രയും കാടില്ലല്ലോ. ഓ അതോ, അത് നമ്മുടെ സാറ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടിയാ. ഓക്സിജൻ ചെടിയെന്നോ മറ്റോ ആണ് പറഞ്ഞത്. ഇടയ്ക്ക് അതിന്റെ ഇലയൊക്കെ പറിച്ച് തിന്നത് കാണാം.
മാറിക്കോ പ്ലീസ്. അതെ ചേട്ടാ, ഞങ്ങളാണ് ആദ്യം വന്നത്. പുറകെ നിൽക്ക്. മോളെ മാറിക്ക്, സാറൊന്ന് കയറിക്കോട്ടെന്ന്. സോറി സർ, ആളറിയാതെ. വരൂ. സോറി സർ, ആളറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല. PSC അറസ്റ്റ് ചെയ്യാനല്ലേ? അതെ. ഒറിജിനൽ ഏതാ? എവിടെ എവിടെ? ഈ പുള്ളി ഇരട്ടാളാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഇതുപോലൊരു പുള്ളി വീട്ടിൽ വർക്ക് പണിക്ക് വന്നിട്ടുണ്ട്. അതീ പഹൻ തന്നെയാണ് മോളെ. ഇപ്പോഴത്തെ പിള്ളേര് കാശും കൊടുത്ത് ജിമ്മിൽ പോകും. എന്തിനാ? മസിൽ ഉരുട്ടാൻ. എന്നാ നമ്മുടെ സോമൻ സാറ് പഴയ വാർക്ക കമ്പനിക്കാരെ വിളിക്കുമ്പോഴേ ജിമ്മിൽ പോണ പോലെ അങ്ങ് പോവും. അതിനങ്ങനെ കാശൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ ഞാൻ കേട്ടത്. ഇതാണ് ജൂനിയർ ജൈവൻ, സാറിന്റെ ശിഷ്യനാ. ചമ്രം പഠിച്ചിരുന്നേ വെള്ളം കുടിക്കൂ. ഞാനിത് പണ്ടേ പറയുന്ന വെട്ടിക്കളയാനായിട്ട്. മരമല്ലേ പോലെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതോ? വനിതാ പ്രവർത്തകരുണ്ടോ? ഇത് കണ്ടിട്ട് പ്രസിഡന്റിന് എന്ത് തോന്നുന്നു? ഓ, എന്തൊരു ഫിനിഷിംഗ് അല്ലേ കുണ്ടിമരം. അല്ല, ഈ പ്രകൃതിയുടെ ഒരു വികൃതി എന്നല്ലാതെ എന്നാ പറയാനല്ലേ. ഈ കുണ്ടിമഴ രണ്ടെണ്ണോ കണ്ടിച്ചു കളയണം സാറേ. അതുപോലെ കീടാശിൽ കലക്കി വെച്ച് അതങ്ങ് പൊക്കോളും. സോമൻ ചേട്ടാ, മരം നശിപ്പിക്കാൻ അവരുടെ പരിപാടി. അഭിപ്രായം ആലോചിച്ച് വേണമെങ്കിൽ നമുക്ക് ചെത്തിക്കളയാം ഈ ഭാഗം, അല്ലേ? പൊതുവായിട്ട് പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതങ്ങ് ചെത്തിക്കളയണമെന്നാണ്. ചെത്തിക്കളയാൻ ചിലപ്പോ പിന്നെ മുഴ വരും. പിന്നെന്തോ ചെയ്യും? അപ്പൊ മൊത്തത്തിൽ വെട്ടാനായിരിക്കും അല്ലേ? അല്ലേ? സോമൻ പറഞ്ഞല്ലേ, എന്നാ പിന്നെ മൊത്തത്തിലൊക്കെ വെട്ടിയേക്കാം. സാർ, ആരെന്ത് പറഞ്ഞാലും മതി മതി എന്ന് പറയേണ്ട സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും നിങ്ങള്. എന്റെ പൊന്ന് പരിസ്ഥിതിസോമ, ഒരു കല്യാണം കഴിച്ചാലേ തനിക്ക് പെണ്ണുങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഈ മരത്തിന് പ്രശ്നം വന്നാലേ അതിന് പാവാട അടിക്കാൻ വകുപ്പൊന്നുമില്ല. അശ്ലീലം കണ്ട അപ്പ കട്ട് ചെയ്യണം. പിള്ളേരെ പെണ്ണുങ്ങളൊക്കെ വരുന്ന ഓഫീസാ. ഈ A സർട്ടിഫിക്കറ്റ് മരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, വെട്ടിക്കളണം. അപ്പൊ പിന്നെ പുറത്തു കൊടുക്കണ്ട, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഏറ്റെടുത്തോളാം. എന്തേ? ആണോ? എങ്കിൽ കാണാം നമുക്ക്. കാണാതെ. ഇന്നത്തെ ഇടംകണ്ണിൽ വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ സമരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഫീസ് വളപ്പിലെ വടവൃക്ഷത്തിൽ അശ്ലീലം കണ്ട് അത് വെട്ടുവാൻ ഒരുങ്ങിയവർക്കെതിരെ ആ മരത്തിന്റെ മുകളിൽ തന്നെ ഏറുമാടം കെട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉപവാസ ശരിയാണല്ലോ, ആള് കൊള്ളാലോ. സർക്കാർ ജോലി ഉണ്ടായിട്ടാണ് വാർക്കപ്പണിക്ക് വന്നത്. കാശിനോട് ഇത്ര ആക്രാന്തം പാടില്ല. ഹലോ, ന്യൂസ് ഉണ്ടോടി? അങ്ങേരാ മരത്തിന് മണ്ട കയറി ഇരിപ്പ് തുടങ്ങി. കണ്ടോണ്ടിരിക്കുവാ. ഭ്രാന്തനാല്ലേ? ചേച്ചി, അവൻ ഇപ്പോഴെങ്ങാനും കേറി വരുമോ? നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിന് പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു, ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? ആശാന് പറ്റിയ ശിഷ്യ. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? അതാ കൃഷി ഓഫീസർ അങ്ങോട്ട്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി? ഇപ്പൊ റെഡിയാക്കാം സാറേ. ക്ലാപ്പ്. രാജമ്മേ, ആ മഞ്ഞൾ കൊള്ള മാറ്റി കൊടുത്തേ. കൊള്ളാലോ.
ഹലോ കൃഷി ഓഫീസ്. സാർ ഞാൻ PR ഇഞ്ചു. ആ പറഞ്ഞു പറയൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ കാണുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ ഞാൻ ബിടെക് തോറ്റു. 48 സപ്ലൈ. അച്ഛന്റെ മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കണം. അതിന് 3 മാസം കൊണ്ട് വിളവെടുത്ത് കാശുകാരനാവാൻ പറ്റിയ വല്ല കൃഷിയുണ്ടോ സാർ? ഞാൻ മണ്ണിലേക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മണ്ണിലേക്ക് മടങ്ങുന്നതന്നെയായിരിക്കും നല്ലത്. ഹലോ കൃഷി ഓഫീസ്. ഹലോ സോമൻ സാർ അല്ലേ? അതെല്ലോ, പറഞ്ഞോളൂ. സാറിന്റെ ഈ സമരത്തെ അനുകൂലിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. അഭിനന്ദിച്ചോളൂ. സമരം കിടു കലക്കി, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചേ? അയ്യോ, എന്നാ ശരി സാർ, വെക്കട്ടെ. ആ ശരി. സോമൻ ചേട്ടാ, ഞാൻ നിൽക്കണ്ടല്ലോ. വേണ്ട വേണ്ട, ഉറപ്പല്ലേ? അപ്പൊ നാളെ കാണാം. നാളെ കാണാം. ഹലോ കൃഷി ഓഫീസ്, ആരാണ്? സാർ ഞാൻ രാവിലെ വിളിച്ച ആരാധികയാണ്. ഓ, താൻ ഇത്ര പെട്ടെന്ന് ആരാധികയോ? ആ. തനിക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ ഇരുട്ടത്ത് മരത്തിന് മേലെ ഒറ്റയ്ക്ക് കയറിയിരിക്കുന്ന റിസ്ക് അല്ലേന്ന് വിചാരിച്ചു വിളിച്ചതാ. എന്ത് റിസ്ക്? ഈ ലോകത്ത് കുരങ്ങന്മാർ മുഴുവൻ മരത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, അതുകൊണ്ടാണോ സാർ മരത്തിൽ കയറിയിരിക്കുന്നത്? എന്താ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. എടോ, താൻ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ടീമിലുള്ള ആളല്ലേ? ഇതിന്റെ സമരം പൊളിക്കാനുള്ള മയക്കുവിളിയല്ലേ? അയ്യേ, ഞാൻ ആരെയും മയക്കാൻ വിളിച്ചോന്നല്ല. ഒരു സപ്പോർട്ട് തരണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായെങ്കിൽ ഇനി വിളിക്കുന്നില്ല. സോറി. ഹലോ ഹലോ, എന്നാ വേണ്ടാത്ത? രാവിലെ വിളിച്ച് കുട്ടിയാണോ? കുട്ടിയാ? ഞാൻ നിന്റെ തള്ളയാടാ. ഓ, അമ്മയാണോ? എന്താ കാര്യം? അല്ല, നിനക്ക് സമരം ചെയ്യാനേ താഴെ എങ്ങും സ്ഥലം കിട്ടിയില്ലേ? ഇത് പറയാനാണോ വിളിച്ചത്? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ, നീ വല്ലതും കഴിച്ചോ? അമ്മ, ഇത് ഉപവാസ സമരമല്ലേ? അല്ല, സമരം ഇന്നെങ്ങാനും തീരുവോ? നീ വരുമെന്ന് കരുതി ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഒരു ചീരത്തോരൻ. അല്ലെങ്കിൽ 24 മണിക്കൂറും ചീരത്തോരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ. ഇപ്പൊ എന്നാ പറ്റി? ചീരത്തോരൻ ഇഷ്ടമല്ലേ? ഇഷ്ടവാ. ഹലോ ഹലോ അമ്മേ. ഹലോ ഹലോ അമ്മേ. ഇഷ്ടവാ ഇഷ്ടവാന്ന് പറഞ്ഞില്ലേ? എനിക്കും ഇഷ്ടവാ. സോമൻ ചേട്ടാ, എഴുന്നേറ്റേ. സോമൻ ചേട്ടോ. എടാ, കൊതുപോലെ നല്ലൊരെണ്ണം വാങ്ങണം. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതൊന്നും വേണ്ടെന്നേ. ഇത് വെട്ടണ്ടെന്ന് ഓർഡർ വന്നു. ഇനി ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. നല്ലൊരു ഉപവാസമായിരുന്നു. രക്തശുദ്ധീകരണം നടന്നുകൊണ്ടിരുന്നു. വളരെ വീണ്ടെടുത്തേ വീണ്ടെടുത്തേ അമ്മ മരത്തെ വീണ്ടെടുത്തേ 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 അമ്മ മരത്തെ വീണ്ടെടുത്തേ 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 നന്മ മരത്തെ കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടെടുത്തേ നന്മ മരത്തെ വീണ്ടെടുത്തേ 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 നമ്മുടെ വീരൻ വീണ്ടെടുത്തേ സംഘടനാ തലത്തിൽ ഇരു മുന്നണികളും ഈ വിജയത്തെ ആഘോഷിക്കുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു? അല്ല, ഇതൊക്കെ മുറിച്ചു മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ 2-3 തലമുറകൾ വേണ്ടി വരും ഇതുപോലത്തെ ഒന്ന് മുഴുത്ത് പന്തലിക്കാൻ. കഴിവതും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ല. പക്ഷെ കണ്ണിന് പിടിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കാതെ നല്ല ഹോം മെയ്ഡ് തെറിയാൻ പറയും.
അതാണ് ശീലം. വിമോചന സമരത്തിന് ശേഷം ആദ്യമായി ഒരു സമരം വിജയിച്ചിരിക്കുകയാണ് ഇവിടെ. എടാ ഒരു അടിപ്പാവടയും കൂടെ ഉണ്ടേ. സാരി, പാവാട, ബ്ലൗസും ഉണ്ട്. ഇങ്ങനെ 1050 സാധനം ഇട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? വല്ല നൈറ്റ് ഇട്ട് കിടന്നാ പോരെ? എന്നാ നാളെ മുതൽ ഞാൻ നൈറ്റ് ഇട്ടോളാം. എന്നിട്ട് നിനക്ക് ഒരു ലോഹയും മേടിച്ചു തരാം. അതാകുമ്പോ പിന്നെ പാൻറ് ഷർട്ടും വലിച്ചു കയറ്റി കഷ്ടപ്പെടണ്ടല്ലോ. ഫോൺ അടിക്കുന്നുണ്ട് ചെല്ല്. ഫോൺ അടിക്കുന്നെന്ന്. ഒരു പാവാടക്കാരി. ഹലോ, ആരാ? ഇത് സോമൻ സാറിന്റെ വീടല്ലേ? ഇത് എന്റെ വീടാ. അവൻ തന്നെ ഒരു അധികപ്പറ്റാ. മോളേതാ? ഞാൻ സോമൻ സാറിന്റെ ഒരു ആരാധികയാണ്. സാറിന് ഇത് കൊടുക്കോ? അയ്യോ, ഇപ്പൊ ഒരെണ്ണം കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ക്ഷീണം മാറിയിട്ട് പോരെ? ആണോ? എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അതായിരിക്കും നല്ലത്. അവനെ തുണി അലക്കുക. എടാ, എന്റെ ഒരു ആരാധിക വിളിച്ചത്. അയ്യോ, എന്നിട്ട് എന്നെന്താ വിളിക്കാഞ്ഞേ? എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം. ഹലോ ഹലോ, സോമൻ സാറല്ലേ? ഹലോ, കുട്ടിക്ക് എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഞാൻ ജബ്ബാർക്കയോട് ചോദിച്ചു വാങ്ങിച്ചതാ. അത് നന്നായി. അതെന്നാ? അല്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ചാലേ സണ്ണി എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കും. അവൻ ആളത്ര പഠിപ്പല്ല. സാറിനപ്പൊ ചെറിയ പൊസസീവ്നെസ് ഒക്കെ ഉണ്ടല്ലേ? പൊസസീവ്നെസ്സോ? എനിക്ക് കുട്ടിയുടെ പേര് കൂടി അറിഞ്ഞൂടെ പിന്നെയാ. സത്യം പറ, സാർ ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാവും. കുട്ടിയുടെ പേരെന്തായിരുന്നു? ശാലിനി. ശാലിനി. ബേബി ശാലിനിയാണോ? ബേബി ഇല്ലാത്ത ശാലിനി. കാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും പഞ്ചലോകമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ. മൂഞ്ഞ, ഇലചുരുട്ടിപ്പുഴു, ഇവ രണ്ടുമാണ് തെങ്ങിന്റെ ക്രൂര ശത്രുക്കൾ. അത് നെല്ലിന്റെ അല്ലേ സാറേ? അല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തെങ്ങിന്റെയും ശത്രുവാകും. ആണോ? അതെ. സണ്ണി ചെല്ല്. ചെല്ലടോ. പറഞ്ഞോ. ചേട്ടൻ ഒരു മൊബൈൽ വാങ്ങിച്ചൂടെ? അതാവുമ്പോ എനിക്ക് എപ്പോ വേണേലും വിളിക്കാലോ. മൊബൈലൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശാലിനി. അതിന് ഈ മൊബൈൽ തിന്നാനൊന്നും അല്ലല്ലോ സോമൻ ചേട്ടാ, വിളിക്കാനല്ലേ? നോക്ക് ശാലിനി, ഈ മൊബൈലൊക്കെ എന്റെ ആദർശത്തിനെതിരാണ്. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് ഒരു കത്തെഴുതാം. സോമൻ ചേട്ടൻ അവിടെ സാ മട്ടിലിരുന്ന് എഴുതിക്കോ. ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. ആണോ? എന്നിട്ടമ്മ ആനന്ദ തുന്തിലയായോ? തുന്തില. കേട്ടപ്പോ അമ്മ ഒരൊറ്റ ആട്ടായിരുന്നു. അതെന്താ? ഒരു ദുശീലങ്ങളും ഇല്ലാത്ത, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന, ജൈവ ഭക്ഷണം കഴിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ ഞാൻ? ആ, അത് തന്നെ നാട്ടുകാരും പറയുന്നേ. ചേട്ടന് ചെറിയ വട്ടുണ്ടെന്ന്. വട്ടോ? ആര് പറഞ്ഞു? ആരാ പറയാത്തത്? പക്ഷെ എനിക്കാ വട്ടനെ ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നമെന്നോ? ആ, നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് അമ്മ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയതാ. എന്നിട്ടിപ്പോ അമ്മ പറയുവാ അമ്മാവന്റെ പരിചയത്തിൽ ആരോ എന്നെ പെണ്ണ് കാണാൻ അടുത്ത് തന്നെ വരുന്നുണ്ടെന്ന്. അതിനെന്താ വന്ന് കണ്ടിട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ വന്ന് കണ്ടിട്ട് പോണ്ട. എന്നെ കാണാൻ വരുന്ന ഒരേ ഒരാള് സോമൻ ചേട്ടനായിരിക്കണം. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, അയ്യോ എന്റെ മഞ്ഞള്.
കല്യാണം കഴിച്ചില്ലേ നിന്നെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാര് ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ നിന്നെ കെട്ടണമെങ്കിൽ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി, പുരുഷധനം. എന്നതാ അമ്മയും മോനും കൂടി? സജി അവന് കല്യാണം കഴിക്കണോന്ന്? കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി ഞാൻ രക്ഷപ്പെട്ടു. കേട്ടല്ല? ഈ വീടാ? എടാ, ഇത് നമ്മൾ വാർക്കപ്പണിക്ക് വന്ന ദേവൻസ് കാറ്ററിംഗിന്റെ വീടല്ലേ? അതെ. വേഗം ആട്ടെ, അവരിപ്പ ഇങ്ങെത്തും. നന്നായിട്ട് പൊരിയണേ. വറുത്തതിൻ്റെയും പൊരിച്ചതിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. ഭക്ഷണക്കൊക്കെയിലോട്ടാണോ നമ്മൾ കാലെടുത്ത് വെക്കുന്നത്? പോയാലോ? പോവാൻ വാ. കൊള്ളാലോ. ചന്ദന വെള്ളരി വല്ലരി മേലെ ചന്ദ്രിക പോലൊരു പെൺകുയിലാൾ സുന്ദരി നിന്നിലലിഞ്ഞു വിളങ്ങാൻ പുഞ്ചിരി തേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി തേവിയണഞ്ഞിതൊരാൾ പുഞ്ചിരി തേവിയണഞ്ഞിതൊരാൾ. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അമ്മ, ഇനിയിപ്പോ നിങ്ങൾ അവളെ നിർബന്ധിച്ച് വേറെ കെട്ടിച്ചാലോ? ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. അങ്ങനെ നീ വിളിച്ചോണ്ടെ ഇറങ്ങി വരാതിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എന്താ? ദുബായില് ജോലിയുള്ള നല്ല അമ്പോറ്റി ചെറുക്കന്റെ കല്യാണാലോചന എന്റെ കൊച്ചാട്ടം കൊണ്ടുവരുന്നേ. അവരിപ്പൊ ഇങ്ങ എത്തും. വന്നാലാ ചെറുക്കന് ഞാൻ എലിവശം കലക്കി കൊടുക്കും. നിങ്ങൾ ഈ യന്ത്രവള് പറയുന്നല്ല കേൾക്കുന്നുണ്ടോ? നീങ്ങാണ് ആ ദരിദ്രവാസിയോട് ഇറങ്ങി പോലുണ്ടല്ലോ, ഞാൻ കെട്ടി തൂക്കി ചത്തുകളയും. അമ്മ ചത്താലും ഞാൻ സോമചേട്ടനെ തന്നെ കെട്ടത്തുള്ളൂ. നീ ഉറപ്പിച്ചോ? 3.5 തരം. ആ അളിയാ, അടിയന്തരമായിട്ടൊരു കാര്യം ചെയ്യണം. ആ ഗൾഫുകാരൻ ചെറുക്കനോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. ആ വരണ്ടാന്ന്. രണ്ടും കൂടെ എന്തോന്ന് വെച്ച് ചെയ്യാം. മാറുന്നില്ല. പയ്യന് വല്ല ഡിമാൻഡും ഉണ്ടോ? വലിയ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷെ നിശ്ചയം നടത്താൻ ഒട്ടും താല്പര്യമില്ല എന്നാ.
എന്നാ കല്യാണം നടത്താൻ നമുക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറയളിയാ. കൊച്ചേട്ടൻ പറഞ്ഞ എന്റെ ശരി. ഒലക്ക രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുവോ? ഇനി അതും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. എനിക്ക് എന്റെ മോളുടെ ഇഷ്ടമാ വലുത്. ആ എന്നാ പിന്നെ ചിങ്ങത്തിലൊരു ഞായറാഴ്ച പിടിക്കാം. അല്ലളിയാ, കർക്കിടക 1-ാം തീയതി കല്യാണം നടത്താൻ അവരുടെ തീരുമാനം. കർക്കിടകോ? അത് നടക്കുന്ന കാര്യമാണോ കൊച്ചേട്ടാ? എന്നാ നടന്നാല് ചെറുക്കന് വലിയില്ല, കുടിയില്ല, വേറെ ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ ആ പാടുള്ള ഒരു ദുശീലം കുടിക്കുന്ന നമ്മളെ പോലുള്ളവരൊന്ന് ഉപദേശിക്കും. അപ്പോ നമ്മളൊക്കെ അവന്റെ ഉപദേശം കേൾക്കേണ്ടി ഒരു വളിയാ. ഉറപ്പായിട്ടും. എന്നാ പിന്നെ കർക്കിടകത്തിലോ കന്നിയിലോ എപ്പോ വേണമെങ്കിലും നടത്താം. അതെ, അവന്റെ കൂട്ടുമുത്ത കണ്ട കൽപ്പണിക്കാര് വാർക്കപ്പണിക്കാരുവാ. പിന്നെ സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് മാത്രമാ സമ്മതിച്ച്. ഏയ് അവൻ മിടുക്കനാന്നേ, അല്ലേ മോളെ? ഈ കർക്കിടകം 1 ഞായറാഴ്ച ആണോ മോളെ? അല്ല അമ്മായി, വെള്ളിയാഴ്ചയാ. ഈ കർക്കിടകം 1-ാം തീയതി തന്നെ നടത്തണമെന്നുണ്ടോ? 3-ാം തീയതി പോരെ? ചോദിച്ചു നോക്കാം, പക്ഷെ പ്രതീക്ഷ ഒന്നും വേണ്ടടിയാ. ഓ, ഇനി ബന്ധുക്കളോടൊക്കെ ഞാൻ എന്നാ പറയാനാ? എന്നേലും പറയാം അല്ലേ? പൊന്നപ്പ, നീ സോമന്റെ കാര്യം വല്ല അറിഞ്ഞോടാ? ഇല്ല. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അയ്യോ, എന്നാ പറ്റിയടാ അവന്? എന്നെ അറിയുന്ന നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് കർക്കിടക 1-ാം തീയതി വെള്ളിയാഴ്ച കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ വിവാഹമാണ്. മുഹൂർത്തമില്ലാത്ത കൊണ്ട് എല്ലാവരും എത്തിയാൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് താലികെട്ട്. ഏവരും വിവാഹ ചടങ്ങിൽ മാന്യമായ രീതിയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പരിചയക്കാരൻ മരട്ടിപ്പറമ്പിൽ സോമൻ ഒപ്പൻ. അയ്യോ, ഈ മാരണം കെട്ടാൻ പോവുകയാണ്. അപ്പൊ ഉടനെ ഒരു ഡൈവേഴ്സ് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു ചീഞ്ഞ പരിപാടിയായി. അതെ, ചതുവേ ഉഷാറല്ലേ കാര്യങ്ങള്? കവറൊക്കെ സൂക്ഷിച്ചു വെക്കട്ടോ. കുറെ കവറുണ്ടല്ലോ. അയ്യോ അമ്മ, വേണ്ടായിരുന്നു. പെണ്ണും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ സ്വർണം ജീവിതത്തിൽ പെടും. നീ എന്നാത്തിനട എഴുന്നേക്കുന്നേ? എഴുന്നേറ്റ് എന്താ കുഴപ്പം? ചേട്ടാ ഒന്ന് മാറിക്കേട്ടാ. ഒന്ന് പെണ്ണിന്റെ വീഡിയോഗ്രാഫർ ചെറുക്കന്റെ പടം എടുക്കത്തില്ല. അയ്യോ സോറി ചേട്ടാ. ആ താലം നിലത്ത് വെച്ച് രണ്ടുപേരെ ഇരുന്നോളൂ. സോമ, താലി കെട്ടണ സമയത്ത് ഞെട്ടരുത് കേട്ടാ. എന്ത്? കൊച്ചുമോളെ കൊര വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. താലി കെട്ടിയ അപ്പ ഓടും. എങ്ങോട്ടാ? ആദ്യത്തെ പന്തിക്കന് ഉണ്ണണ്ടേ? നീ പറയൂ. പേടിയുണ്ടോ? എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്തിനാ ചൊല്ലി ടെൻഷൻ? ചിലവന്മാരും കെട്ടുപിടിക്കാത്ത കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊക്കെ പറയും. എൻ്റെ രാവിലെ തന്നെ രസമായിട്ട് നല്ല പൊട്ടും കടല അടിച്ചു. ശാലി എന്തെങ്കിലും കഴിച്ചു? കെട്ട് കഴിയാത്തൊന്നും കഴിക്കാൻ പാടില്ലെന്ന ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലി. അന്നച്ചമണ മനുഷ്യന്റെ എന്തിനാ? രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. പല മൂലാദികളും നല്ല കഴിച്ചു. ഇതെന്തേ കാണിക്കണം? ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ സ്ഥിരതവക്രാധ്യ. കൊല്ലം പറഞ്ഞു. ഒന്നുമില്ല, താലി എടുത്തോളുക. യസ്യ സ്ഥിരതവക്രാധ്യ പാരിശദ്ധ്യാ പരിഷദം വിഘ്നം നിഘ്നന്തി സതതം നിശ്ചക്ഷേനം സമാശ്രയേ. താലി വന്നോളൂ. താലി താലി എടുക്കൂ. സമാധാനമായിട്ട് നോക്കി, ഇവിടെ തന്നെ കാണും. എന്ത് പ്രശ്നം തോന്നുന്നു? അയ്യാ, താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ? അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു.
മോളെ അമ്മയുടെ താലിയൊന്നും വരാ പെറ്റ തലയോടാണോടാ താലി വെക്കുന്നേ? പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്റെ എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചത്. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. ഇപ്പൊ എന്നാ ഈ മോനെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചത്ത് ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി ഒന്ന് അഞ്ഞു നോക്കിയാ കിട്ടുമെന്നേ. ചേട്ടാ ദേ കിട്ടി 5 രൂപ. ഇത് എന്താ കഴിച്ചിട്ട് ഞാൻ ആ ഡ്രസ്സ് മണി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിരുന്നു. അതെ എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. സോമ നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു. എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ വേഗം പോയി പുതിയൊരെണ്ണം മേടിച്ചാലോ? അതെ ഇത് പൂമാലയല്ല താലിമാലയാണ്. മിണ്ടായിരോ? എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാൽ. നാളത്തേക്കോ? ആ. ഇന്ന് പറഞ്ഞോ എങ്ങനാ? താലിയില്ലാതെ പറ്റുമോ? ചേച്ചി വിചാരിച്ചതാണ്. നീ പോയി നിന്റെ കെട്ടിയോട് ചോദിക്കടാ. അത് പണ്ടാ പണയത്തില്ല. അല്ല ഇപ്പൊ ഞാൻ കൊടുക്കത്തു. മതി. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ചാലി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നില്ല ഭഗവാനെ. സാറേ ആ മാല കെട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ? അയ്യോ ഒച്ചണ്ടാക്കല്ലേ, ഇവിടെ നിറച്ച് കൊതുകാണ്. ഞാൻ കുറച്ച് കുന്തിരിക്കാൻ പോച്ചാ. കൊതുക് ചാവാൻ മോസ്കിറ്റോ മാറ്റി വെച്ചാ പോരെ? കൊതുക് നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ല ശാലി. കൊതുക് ചാകുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശ്വസിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താവും? ചേട്ടൻ കൊള്ളാവല്ലോ. ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? പാലെനിക്ക് ശീലമില്ല, ശാലിമണി കുടിച്ചോ? പാല് എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ ഇവന്റെ ഒരു കാര്യം. ക്യാബേജ് ഉണ്ടല്ലോ ഭയങ്കര ഉപ്പായിരുന്നു. ചേച്ചി ഉണ്ടാക്കിയല്ലേ? ഓ അങ്ങനെ. അതെ കല്യാണം എന്നൊക്കെ പറഞ്ഞ വായിക്ക രുചിയായിട്ട് എന്തായാലും തിന്നാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇത് ചുമ്മാ ഏതാണ്ടൊക്കെ വെട്ടിപ്പുഴുങ്ങി വെച്ചേക്കുവാ. എന്തുവായി? അത് പിന്നെ സോമൻ പറഞ്ഞ കണക്കല്ലേ എനിക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതെ സോമന്റെ കല്യാണമല്ലേ ഇത്? സോമന്റെ രീതിയിൽ നാടൻ ഭക്ഷണം ഉണ്ടാക്കി. ഇത് നാടനൊന്നുമല്ല, പിന്നെ ഒന്നാന്തരം പിശുക്ക്. ഒന്ന് പോടും. അവൻ പറയുന്ന മുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ 1.5 ദിവസം ഉപദേശിച്ച് കൊന്നുകളയും. നിനക്കറിയാലോ സോമനെ. പിന്നെ പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി. അല്ല എന്നിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം, ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. ആ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ കിടക്കാല്ലേ?
ശാലിനി എന്തുപറ്റി? ചേട്ടാ എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി വീട്ടിൽ പോവാം ശാലിനി, വീട്ടിൽ പോവാം, ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര കാലം ഒരുമിച്ച് ജീവിക്കും? എന്താന്ന്? അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പോകും എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. വൃത്തികെട്ടവനെ, എന്തോ ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ. എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? എടാ പോ, എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി, എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എടാ ഹെഡ്ലൈറ്റ് എന്നാ പറ്റി? ആ കൊച്ചിനെ എന്നാ പറ്റി? അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് പേടിച്ചായിരിക്കും. എന്തോന്ന്? കൃതാവുണ്ടോ? അകത്തുണ്ട്. നടക്ക്. സാറേ, ഇതേണ്ട മൈസൂരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ആ കോഴി കർഷകരുടെ ലോണിന്റെ കാര്യം. മൈസൂരാൻ ഇത് 5ഉം 10ഉം കോഴികളെ വെച്ച് കൃഷി ചെയ്യുന്ന ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. ഇതിൽ തിരുമറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നു സാറേ, ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ 10 പേരുടെ ഐഡന്റിറ്റി കാർഡ് അങ്ങോട്ട് തരും, 10 പേരും. അത് ആരായെന്നൊന്നും സാർ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ലോൺ മുഴുവൻ ഞാൻ എടുത്തോളാം. സാറേ, ആ സബ്സിഡി വേണം, ഞങ്ങൾ സാറിനങ്ങ് തന്നേക്കാം. ചെന്നൈ എഴുന്നേക്ക്, സണ്ണിയാളെ വിളിച്ചോണ്ട് പോകും. സണ്ണി, സാറിന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന റോഡിന്റെ പണി എപ്പോഴാ വേണ്ടത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അത്തപ്പൂക്കള വിട്ട പോലത്തെ റോഡ് പണിതിട്ട് ഒരു മഴ പെയ്തപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയതിന്റെ ഗതികേട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളിടത്തോളം കാലം ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചേട്ടാ, സമയം കളയണ്ട, ചെല്ല്. ശരി, കാണാം. ആ ആടാ. അതെ, ചന്തു വന്നു. എന്തു പറ്റിയ നേരത്തെ? ഏയ്, ഇവനെ ചെറിയ തലവേദനയും പനിക്കോളൊക്കെ. ചേട്ടാ, ചന്തു ഇപ്പൊ വേണ്ട മരുന്നൊന്നും കഴിക്കുന്നില്ല. എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവന്. എൻ്റെ പിന്നെ എനിക്ക് ഇവനും സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? സോമൻ ചേട്ടാ, നീ ഇംഗ്ലീഷ് മരുന്നിന്റെ ആളാ. ആളിയെ ഇംഗ്ലീഷ് മരുന്നിന് അങ്ങനെ കുറച്ച് കാണണ്ട. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാൻ തന്നെ വേണം. ആ സമയത്തെ ഈ ഇഞ്ചിയും കുരുമുളകൊന്നും അത്ര പ്രയോജനപ്പെട്ടൊന്നും വരില്ല. ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയോ? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുവാണ്. നീ കുറച്ചേരം ഇങ്ങനെ ഉറങ്ങാൻ നോക്ക്. ചേച്ചി തിരിച്ചു വന്നോ? ആ, തിരിച്ചു വന്നു. ചെറിയൊരു ഹോം സിക്നസ്, അവളങ്ങനെ അധികം മാറിയൊന്നും നിന്നിട്ടില്ല. ശരി എന്നാ. ശരി. ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ ഔട്ടാലോ?
സോമൻ ചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാർക്ക് നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരവും. ഇതാ ഇതെവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കണം. ഇതെന്താ? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നേ. ഇതാ ബെസ്റ്റ്. ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയർ. കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളവും ഒക്കെ? ആ, സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറി തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ സോമ? അല്ല, ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ ചെല്ലു ചെല്ലു. അമ്മ, ഞാൻ ഇല്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. ശരി പോയിട്ട് എങ്ങനെയുണ്ട്? ശരി. ശാലിനി, കേറി വണ്ടി എടുക്കണോ? ഹണിമൂണ് ചേച്ചി വിളിച്ചില്ലേ അവര്? ഓ, നമ്മുടെ മൂണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ, ഇവിടെ ഇവിടെ ഇവിടെ. ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ, മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നും. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് കൊടൈക്കനാലിലേക്കുള്ള വഴി. ആ, ശാലിനി മഴവിൽക്കാവിടെ സിനിമ കണ്ടതല്ലേ? ഞാൻ ആ പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? അബ്രവാളയിൽ സത്യനന്ദിക്കാട് വിരചിച്ച ചലച്ചിത്ര കാവ്യമല്ലേ? അല്ല, നല്ല കലക്കം പടമാന്ന് പറഞ്ഞാ. എടോ, നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ, മൈനാക പൊന്മുടിയിൽ പൊന്നിനി ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കി ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ? നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാ മതി. എന്തൊരു അനുഭൂതിയല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ? നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. നമ്മളിവിടെ കയറിയ കാര്യം എന്റെ വീട്ടുകാർ അറിയണ്ട. വാ. ഒരാഴ്ച കടന്നുപോയതറിഞ്ഞില്ല. നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എന്റെ തടി കുറയ്ക്കാനുള്ള ആദ്യപടിയായിട്ടാണ്
ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു. സജി, എന്റെ 1500 താറാവിനെയാ കഴിഞ്ഞ ഡിസംബർ കൊന്നു കളഞ്ഞത്. അതിന്റെ നയാ പൈസ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം കിട്ടാതെ അടുത്ത തവണ ഒറ്റ താറാവിനെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷവും പക്ഷിപ്പനി വരുമെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ല, എന്റെ ദണ്ണം കൊണ്ടാ. എന്റെ ചേട്ടാ, സോമൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കുന്നത് എന്നാത്തിനാ? സോമൻ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല, അതാണ്. സജിച്ചേട്ടാ, ഞാൻ വിളിച്ചപ്പോ പറഞ്ഞല്ലേ അവിടെ സാങ്ഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തിനാ വള്ളി കേസാ കയറി പിടിക്കുന്നത്? വള്ളി കേസോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താറാവിനെ മൊത്തം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞത്. നീ ഒന്നും ഉണ്ടായിരുന്നേ? എടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. സജിച്ചേട്ടാ, ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. എവിടുന്നോ എന്തോ കേട്ട് ആ മിണ്ടാ പ്രാണികളെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവരെ പ്രാക്കാണെന്ന് കരുതിയാ മതി. ഓ പിന്നെ ഈ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ എന്നെ ചെയ്യാനാ? സമരം ചെയ്യണം, അതിനല്ലേ സമരമുറകളുള്ളത്. എന്റെ പൊന്നു സോമ, കാർഷിക ലോൺ എടുത്ത് കൃഷി ചെയ്ത ഈ പാവങ്ങൾ എന്നാ ചെയ്യാനാ? ചെയ്താൽ തന്നെ ഇനി ഇവരുടെ കൂടെ ആര് നിൽക്കും? ഇതിന്റെ സാങ്ഷനൊക്കെ നേരത്തെ ആയതാണ്. ജില്ലാ സെക്രട്ടറി രമേശ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിന്റെ NOC കൊടുക്കാതെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന് ഓർഡർ കിട്ടി വിചാരിച്ചു നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സോമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്തമാണോ സാറേ? ആ പാവങ്ങൾ ഇങ്ങനെയിട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ചില്ലറയുടെയൊന്നും വിചാരിച്ചിട്ടാണോ? പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി. സൂക്ഷിച്ച് സംസാരിക്കണം സാറേ. ഇതിൽ കൂടുതൽ സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. സാർ എത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ കൊടികുത്തും. അത് കഴിഞ്ഞ തവണ ഏറുമാടം കെട്ടിയതുപോലെ ആയിരിക്കില്ല സാർ, കുറച്ച് പേർക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? അതെ, സാറിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മീഡിയനെയൊക്കെ അറിയിക്കാൻ. എന്റെ പൊന്ന് സോമ, ഒരു 2 ദിവസത്തിനകത്ത് ഞാനതൊക്കെ ചെയ്തേക്കാം. സാറേ, 2 ദിവസം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ള മര്യാദ കൂടി ഞാൻ കാണിച്ചെന്ന് വരത്തില്ല. ഓ ശരി ശരി. ആ വണ്ടി വന്നല്ലേ? അവിടെ എല്ലാം ഞാൻ കാണിച്ചു തരണം. എന്താ ഞാൻ തുടച്ചോളാം. 2 ഇറക്കി വെക്കട്ടെ. നീനെ റോസിയും രമണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണല്ലോ. പിന്നെ ആരാ കൊണ്ടുപോകാത്ത? ചേട്ടാ, 2 കൂടുതൽ വെച്ച ഈ സാധനം ചീഞ്ഞു പോകത്തൊന്നുമില്ല. എടാ, ഈ മാസം ആരെങ്കിലും കടയിൽ വരാനോ? എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന ഒരുത്തനുണ്ടല്ലോ, ആ കൃതാവ്. അവൻ വന്നിട്ടില്ല. ആരാ? സോമന? അതെ തന്നെ. എടാ, ഒരു ബോക്സ് എടുത്തോ. ഒരെണ്ണം മതിയോ? ആ സോമ, നീഞ്ഞു വന്നേ. കൺഗ്രാജുലേഷൻ. അപ്പാരക്തത്തിനൊക്കെ പങ്കില്ലേ? ഏത് രക്തത്തില്? ആ പഴനി മീൻ പിടിക്കാൻ പോയ ഗ്യാപ്പില പരീക്കുട്ടി പണി നടത്തിയത്. നീ വീട്ടിലോട്ട് ചെല്ലി. നല്ല ഫ്രഷ് നെല്ലിക്കയാ. 2 കിലോ ഇരിക്കട്ടെ. ഇതെന്നാ പതിവില്ലാതെ? എടാ, ഇവർക്ക് വിശേഷം ഉണ്ടടാ. ഇതെന്നാ സാധാരണ ഈ സമയത്ത് പച്ചമാങ്ങയല്ല ചോദിക്കുന്നത്? നിന്റെ വിത്തല്ലേ, അത് നെല്ലിക്ക ചോദിക്കത്തുള്ളൂ. മാവുമേൽ കദളി നാരിനാൽ കുരുവി കൂടുമേഞ്ഞു പാടി, മാല പോൽ തകര പൂവുമായി വഴിയിലാകെ നൃത്തമാടി. കൂവൈ മണ്ണിലാകവേ പൊന്നുപാകിയോടി, കോവലിൻ വള്ളിയായിരം കുഞ്ഞുകായ ചൂടി. പാരിടം തളിരു നാമ്പിനായി വലിയ കൂടയേന്തി നിൽപ്പൂ, ഏറിടും കരുതലോടെ ഈ തണലു കോരി ഞാനിരിപ്പൂ. ചായുമീ കൊമ്പിലാകവേ കണ്ണിമാങ്ങയാടി, ഓരില കുമ്പിളാലയി വെണ്ണിലാവ് തൂകി. മേഘമേ നിന്റെ തൂമഴ
തൈലമേകിടില്ലേ മേടമേ നിന്റെ പൊൻവയിൽ ചൂർണമേകിടില്ലേ പാരിടം തളിരു നാമ്പിനായി വലിയ കൂടയേന്തി നിൽപ്പൂ ഏറിടും കരുതലോടെ ഈ തണല് കോരി ഞാനിരിപ്പൂ പാരിടം തളിര് നാമ്പിനായി വലിയ കൂടയേന്തി നിൽപ്പൂ ഏറിടും കരുതലോടെ ഈ തണല് കോരി ഞാനിരിപ്പൂ ചെന്തെങ്ങിൽ ഊറിടും വെള്ളം ധാരയായി പെയ്യുമ്പോൾ ചൂടഴിഞ്ഞുള്ളം ആലില പൂമൊട്ട് പാല് കൽക്കണ്ടം കോമള ചെഞ്ചുണ്ടിൽ കുങ്കുമച്ചന്തം പാവലും പടോലവും ഒരേപോൽ പൂവിടും ജനാലയിൽ കായലെ തലോടലായി പരാമോ ചേലെഴും മുത്തിനായി ഇത്തിരി അവലിന്മേലെയൊരിത്തരി ശർക്കര തൂവാം ഇച്ചെറുപയറിൻ പായസമൊത്തിരി നൽകാം വായോ പാരിടം തളിര് നാമ്പിനായി വലിയ കൂടയേന്തി നിൽപ്പൂ ഏറിടും കരുതലോടെ ഈ തണല് കോരി ഞാനിരിപ്പൂ ഡോക്ടർ പറഞ്ഞത് പ്രകാരം 8-ാം തീയതി കരിമ്പൂരാടം നക്ഷത്രം. പ്രശ്നാണല്ലോ. എന്ന് വെച്ചാ കുഞ്ഞ് ജനിച്ച് 10-ാം വയസ്സിൽ കുഞ്ഞിന്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല. മരണം ഏകദേശം ഉറപ്പാ. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരൊറ്റക്ക സംഖ്യ ദക്ഷിണ വെച്ചോളൂ. പ്രതിവിധി പറയാം. പ്രതിവിധി എന്താന്ന് വെച്ചാ കരിമ്പൂരാട നാളിൽ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ? നല്ലൊരു നാള് നോക്കി സിസേറിയൻ അവിടെ ചെയ്യാ. എങ്ങനെയുണ്ട്? 500 പോയി. അതായത് ഭരണിയാണ് ഉത്തമം. കേട്ടോ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം നടക്കത്തില്ല. കണിയാൻ പറഞ്ഞ അച്ഛട്ടാ സോമൻചേട്ടാ. അയാളോട് പോവാൻ പറ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് മനസ്സമാധാനല്ലേ സോമൻചേട്ടാ. ചേട്ടാ പെണ്ണ് പറ്റില്ല. അതിനുമുമ്പ് നക്ഷത്രവും കിടി ജാതകവും കുറിച്ചു. തന്ത തട്ടിപ്പോകുന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ കൊച്ചിന്റെ 10-ാം വയസ്സിൽ പറയാം. ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്നുകൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്. അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. സോമൻചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എന്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്?
ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻ ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹലോ ഹലോ, ചന്തു അല്ലേ? അതെ. സോമൻ ചേട്ടൻ ഓഫീസിൽ വന്നായിരുന്നോ? ഇല്ല ചേച്ചി, ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എവിടെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ചേട്ടൻ അങ്ങനെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കണോ? വേണ്ട, വന്നാലൊന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെൺകൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോടോ നിനക്ക്? ചെറുക്കൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വൈറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികള് കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരെ എന്റെ ഭാര്യയുടെ അമ്മ. ആ അതാണ്, ശരിയായിക്കോളും. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാനെടുത്ത് തരും, ഒരു ഈച്ച കുഞ്ഞു പോലെ അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇപ്പൊ ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി, ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാ പോലും നെഞ്ചു പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി, വാ. ശരി. അതെ, ചേട്ടത്തി വന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടത്തി വന്ന അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടത്തി അന്ന് നിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തത്? കൈയെടുക്ക്. പറയ്. ആണോ? ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടുപ്പിൽ തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ
പിന്നെ തൈലം പാലാരിഷ്ടം ധന്യന്ത്രം കുഴമ്പ് പിന്നെ ഇരട്ടി മധുരം ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ചു വെച്ചേക്കണോട്ടാ. പിടിച്ചില്ല. ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല. എടീ എടീ സോമന്റെ വീട്ടിൽ നിന്ന് ഒച്ച വെക്കുന്നുണ്ടല്ലോ. അയ്യോ ആ പെങ്കൊച്ചിന് വേദന തുടങ്ങി കാണും. ചെന്ന് നോക്കും മനുഷ്യ. നീ ആ ടോർച്ചിങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? ചേട്ടത്തി അനങ്ങുന്നില്ല. ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ മനുഷ്യന്റെ ഉറക്കങ്ങളേൽ ഓരോ മാരണങ്ങള്. ഇവിടെ വന്ന പിന്നെ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ? പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകവെള്ളം എടുത്ത് ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെ ആയത്. അതെ വാരി വലിച്ച് കയറ്റി ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിനുണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. എന്താടാ പ്രശ്നം? ഒന്നുമില്ല കുറച്ച് ഗ്യാസ് പ്രശ്നം. ദേവൻ ചേട്ടാ സജിയാണ്. ഒന്നുമില്ല പേടിക്കണ്ടേ? പേടിക്കണ്ട. ഒന്നുമില്ല നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ള മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കില്ലേ, ഓടി വാ. ഞങ്ങളെല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി പെണ്ണിപ്പം വരും. ആ തുണിയൊക്കെ എടുത്തുണ്ടാ ശാലി ധൈര്യമായിട്ടിരിക്കേ. തുണി എടുത്തോണ്ട് വരാം. ശാലി പോരാ. പേടിക്കണ്ട. വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്ക്. എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവിട്ട് തന്ന ഞാനൊരു പുഴുക്കാപ്പ് ചേർത്തേക്കാമേ. ആദ്യം തളക്കട്ടെ കൊടുക്കേണ്ടത്. ഇതൊന്ന് കഴിയട്ടെ. കൊച്ചുമോളെ നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ, ഞാൻ നോക്കോളാം. പൊക്കോ. പേടിക്കാൻ ശ്രമിക്കുക. മുക്കടി പെണ്ണ് എടി മുക്ക ഈ നേരത്തെ ബോധം കിടന്നത്. ബോധമില്ലാത്തവരെ ഒപ്പിച്ചു വെച്ചിട്ട് അവളെ നീ കരയല്ലേ. മതി ഒന്ന് പെട്ടെന്ന് തുറക്കണോ? എന്റെ ഭഗവാന്, എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്കില്ലാണെങ്കിൽ പെട്ടെന്ന് വാണോ? കൃതാവതണ്ടിക്ക് എന്റെ കൊച്ചിനെ കൊടുക്കരുത്. ഞാൻ 1000 തവണ പറഞ്ഞത്. അവൻ ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല. എന്റെ ജാനകി ആടി ഓടി വാടോ. നീ ശ്രമിച്ചു നോക്ക് ശാലിനി. ഒന്നുമില്ല. ശാലിനി പേടിക്കണ്ട. ശാലിനി
നീ അകത്തോട്ട് ചെല്ല്. ആ, ഇനിയിപ്പോ നിങ്ങൾ പൊക്കോ. നാളെ കാണാം. ശരി എന്നാ. ഊരാടൻ നക്ഷത്രക്കാരി. ഹാപ്പി ബർത്ത്ഡേ മോളെ. എന്നാ ഉണ്ട് വിശേഷം? ഓ എങ്ങനെയാണ് കച്ചവടമൊക്കെ? ഓ വലിയ തിരക്കേടില്ല പോന്നു. ആ സോമ, ഓ സ്ഥലമാറ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നായി? സ്ഥലം മാറി പോകാനാണെങ്കിൽ എന്നേ പോവായിരുന്നു. നമുക്കിവിടെ നിന്നല്ലേ പറ്റൂ. എന്നിട്ട് എന്നായി കാര്യം? സർക്കാർ കാര്യമല്ലോ, എപ്പോഴാ എന്നതാന്ന് ആർക്കറിയാം. സോമചേട്ടോയ്, ആ എന്നാ ഉണ്ട്? എന്താടാ പിടിച്ചില്ലേ? ഇതിപ്പോ നിങ്ങൾ സ്ഥിരമാക്കിയ? ഓ സോമനാമ്പുലിസ് പോടാ. മോളെ ഏത് സിനിമാ നടിയുടെ പടമാ വരയ്ക്കുന്നേ? ഞാൻ അമ്മൂമ്മയാ വരയ്ക്കുന്നേ. ആണോ? നോക്കട്ടെ. കണ്ടോ, കുറച്ചുകൂടെ ഒക്കെ ശരിയാവാനുണ്ട് ഈ തള്ളവരലൊക്കെ. അമ്മൂമ്മേ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ നമ്മൾ അതിനെ തള്ളവിരൽ എന്നൊക്കെ വിളിക്കാവോ? അമ്മ വിരൽ എന്ന് വേണം പറയാൻ. ഇപ്പൊ രണ്ടെണ്ണത്തിനെ സഹിക്കണമല്ലോ എന്റെ ഈശ്വരാ. കൊച്ചിനെ സ്കൂളിലും വിടത്തില്ല, വീട്ടിലിരുത്തി ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നു. പ്രസിഡന്റ് എന്തോ തെറ്റിദ്ധരിച്ചതാ. എന്റെ അറിവ് ഇവിടുന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ലെന്നേ. ഒന്ന് പോയെന്നെ സർ, തനിക്കൊക്കെ എന്തറിയാം? ഇവിടെ ചിലരൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നത്. എന്താ സാറേ പ്രശ്നം? കുന്തം. എടോ ഓഫീസറെ, താനേ ഹരിത സംഘം വഴി അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എടോ എന്റെ പെസ്റ്റിസൈഡ് ഫാക്ടറിന്ന് തോട്ടിലോട്ട് വേസ്റ്റ് തള്ളുന്നു പറഞ്ഞ് താൻ കേസ് കൊടുത്തായിട്ട് ഞാൻ അറിഞ്ഞു. പോരാത്തതിന് അനധികൃത മണൽക്കൊള്ളയും. എടോ ഈ തോട്ടുവേലും തോട്ടപ്പള്ളിയിലൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറകെ നടന്ന് മണം പിടിക്കാൻ തനിക്ക് എന്നാത്തിന്റെ കഴപ്പാണ്? ഓ അതാണോ? ഒരു പരിസ്ഥിതി സംരക്ഷകൻ. എടോ കുട്ടനാട്ടിൽ പ്രളയം വരുമ്പോ പ്രളയജലം പുറത്തോട്ട് വിടുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കാനേ സ്പിൽവേലെ തടസ്സം നീക്കാനാ ഈ മണൽ വാരുന്നത്. മനസ്സിലായ? പബ്ലിസിറ്റിക്ക് വേണ്ടി പറ്റി ഷോ നടത്താനല്ല തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടും. കഷ്ടം. പ്രളയം വരുമ്പോഴേ അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരാ. പ്രസിഡന്റ്, ഞാൻ കൊടുത്ത വെറുതെ ഒരു ഹർജിയല്ല. ഇവിടുത്തെ പുഴയുടെ ആഴവും വീതിയും കൂട്ടണമെന്നും പറഞ്ഞു നിങ്ങൾ എത്ര ലക്ഷം ക്യൂബിക്കൽ മീറ്റർ മണലാണ് എടുത്ത്? തീരത്തുനിന്ന് എത്ര കാറ്റാടി മരങ്ങൾ മുറിച്ചു? വില കണക്കുണ്ടോ? കൃത്യമായ കണക്കും രേഖയും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്നാ പ്രസിഡന്റ് കേട്ടോ, ആ കണക്കും തിരിമറിയെല്ലാം വിവരാവകാശ രേഖ വഴി എടുത്തിട്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത്. ദുരന്തം ഒഴിവാക്കാനാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ട സ്പിൽവേ അല്ലേ? നമുക്ക് 10-40 ഷട്ടർ ഉണ്ടല്ലോ, എത്ര എണ്ണം മര്യാദ കൊണ്ട്? തുരുമ്പിച്ച് ദ്രവിച്ച ഷട്ടറിന്റെ ഇടയിൽ കൂടി ഉപ്പുവെള്ളം ഒഴുകിയ പാടത്തേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് പ്രസിഡന്റ് കൂടാ. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രസിഡന്റ് രാവിലെ എന്നെ ചോദിച്ചു മേടിച്ചു. നീ ചെയ്യാനുള്ളത് ചെയ്യടാ സോമ. പക്ഷെ അധികാരം ഇവിടെ കുണ്ടി ഉറപ്പിച്ചിരിക്കാന്ന് വിചാരിക്കണ്ട. അയ്യോ പ്രസിഡന്റ്, ഞാനോ തന്നെ വിചാരിക്കുന്നേ. ഈ ജോലിയൊന്നും ഇല്ലാതെ സ്വതന്ത്രനായിട്ട് വേണം ശരിക്കും ഒന്ന് പ്രതിഷേധിക്കാൻ. നീയൊക്കെ ഈ വട്ടനെ സപ്പോർട്ട് ചെയ്ത് നടന്നോ? കാണാം.
ഇങ്ങനെയാണെങ്കിൽ അധികം നാള് കൃഷി ഓഫീസിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല സ്ഥലം പറ്റുവാണോ മോനെ? ഏയ് അല്ല, വായിക്ക് രുചിയുള്ളത് വല്ലതും വാങ്ങിച്ചതിനാ കൊതിയായിട്ട് ചോദിച്ചതാ. പിന്നെ മോളിന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്നാ കാര്യം? ചേട്ടനാ പടം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്കട്ടെ. കൊള്ളാലോ. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. അതിനെന്താ, നമുക്ക് നല്ലൊരു ഉഗ്രൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പോയാലോ? എന്നായാലും അവൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അവള് തന്നെ ഇത് ഇങ്ങോട്ട് പറയാൻ വേണ്ടിട്ടല്ലോ നമ്മൾ ഇത്ര നാളെ കാത്തിരുന്നേ, അല്ലേ മോളെ? ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഒരു കാര്യം ചെയ്യാം, മോൾ ഒരു പ്രവേശന പരീക്ഷ എഴുതട്ടെ. ജയിച്ചാൽ അവളുടെ പാകത്തിന് പറ്റിയ ക്ലാസ്സിൽ ചേർക്കാം. എന്താ? അതെ സർ. വാട്ട്സ് യുവർ നെയിം? ഐ ആം ഇന്ത്യ. ഞാൻ പറഞ്ഞില്ലേ, സമയത്ത് സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം കണ്ടല്ലോ. സ്വന്തം പേര് ചോദിച്ചാൽ രാജ്യത്തിന്റെ പേരാ പറയുക. നോ സർ, മൈ നെയിം ഇസ് ഇന്ത്യ. അത് കൊള്ളാലോ. ഇതിലും വെറൈറ്റി ഒരു പേരാ സോമചേട്ടൻ ആദ്യം ഇടാനിരുന്നേ, ക്രിമുഹി. ക്രിമുഹിയോ? ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു മതമേ വേണ്ട. ഇവൻ ചെറുപ്പത്തിലെ വ്യത്യസ്തനാണല്ലോ. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് ചോദിച്ച കക്ഷിയാണ്. അപ്പോഴേ സോമ, എക്സാം ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ. ഹായ് അച്ഛാ. നിന്റെ ബാഗിന് തന്നെ പറ്റിയതാടാ? അമ്മ ഇത് എന്റെ ബാഗല്ല. അഡ്മിഷൻ ശരിയായോ? ആ, ജോർജ് മാഷ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതിയ പരീക്ഷയ്ക്ക് ഇവയ്ക്ക് എ ഗ്രേഡ് ഉണ്ടെന്ന്. പറ്റിയ നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അച്ചോടാ, ഇനിയിപ്പൊ ഞാൻ ആരുടെ കൂടെ കളിക്കും? അമ്മൂമ്മ രാത്രി കാണുന്ന സീരിയലൊക്കെ ഉച്ചയ്ക്ക് ഒന്നുകൂടെ കൂടെ കണ്ടാ മതി. അച്ഛാ, എനിക്കൊരു സംശയം. വീണ പറയാ അച്ഛനമ്മ കെട്ടിപ്പിടിച്ചപ്പോഴാ ഞാനുണ്ടായെന്ന്. ആണോ അച്ഛാ? എന്നാ പിള്ളേരെ ഇത്? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ വഷളായോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി ഇതിവിടെ ചോദിക്കരുതെന്ന്. പിള്ളേരുടെ സംശയങ്ങള് നമ്മളല്ലാതെ ആര് പറഞ്ഞു കൊടുക്കാനാ ശാലിനി? ചേട്ടാ വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട. ഓ, വാ തുറന്ന് സംശയം ചോദിക്കുന്ന ഒരു കൊച്ചും അതിനൊക്കെ സമാധാനം പറയാൻ പറ്റിയ ഒരു തത്തയും. മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിൽ മോളുണ്ടായി. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു. തിരിഞ്ഞും മറിഞ്ഞും നിന്റെ കുഞ്ഞിക്കാല് വെച്ച് അമ്മയുടെ വയറ്റിലെ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടുകൂടി സഹിച്ച് 10 മാസം നിന്നെ ചുമന്ന ആളാണ് നിന്റെ അമ്മ. വേദന കടിച്ചമർത്തി നൊന്ത് പ്രസവിച്ച് നിന്നെ ഒരു നോക്ക് കാണാനുള്ള നിന്റെ അമ്മയുടെ വെപ്രാളവും സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണ് നിന്റെ അച്ഛൻ. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ. അവരൊരിക്കലും കരയിപ്പിക്കരുത്. നന്നായിട്ടടിക്കും. അങ്ങനെ നിന്റെ അടവൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. തടിച്ചിട്ടുണ്ടല്ലോ. എടാ സോമ, ദേ ഇത് നോക്കിയേ. മൈസൂരാന്റെ ഫാക്ടറിയിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒഴുക്കി വിട്ടിട്ടുണ്ട് ഇങ്ങോട്ട്. അധികം നിക്കണ്ട, കേറാൻ നോക്കും. പോമോളെ കേറാം. വീട്ടിൽ ചെന്നിട്ടേ മഞ്ഞൾ വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും വേണ്ട, നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചാൽ മതി. മനസ്സിലായ? സോമൻ ചേട്ടാ, പെട്ടെന്ന് കൃഷി ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാടാ? അതറിയത്തില്ല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കുട്ടനാട്ടിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ്. തകഴി, നെടുമുടി, പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിച്ചിരിക്കുന്നത്. KC ബിബിൻ വിവരങ്ങളുമായി ചേരുന്നു. ബിബിൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് കുട്ടനാട്ടിലെ നിലവിലെ സ്ഥിതി?
ഈ മുൻകരുതൽ എന്ന നിലയിലാണ് പക്ഷികളെ കൂട്ടമായി ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏകദേശം 1/4 ലക്ഷത്തോളം താറാവുകളെ കൊന്നൊടുക്കി കഴിഞ്ഞു. അല്ലാതെ സ്വാഭാവികമായി ചത്തതും ഇത്ര തന്നെ ഉണ്ടാവും. ഏകദേശം 1/2 ലക്ഷത്തോളം താറാവുകളാണ് കുട്ടനാട്ടിൽ ഇതിനകം രോഗം പിടിപെട്ടു. 3-4 വർഷം മുമ്പ് ഇതുപോലെ ഒരു ക്രിസ്മസിനായിരുന്നു പക്ഷിപ്പനി ഒന്ന് നമ്മുടെ എല്ലാം കഞ്ഞൂടി മുട്ടിച്ചത്. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. നമ്മുടെ സജിയുടെ വീടല്ലേ? ആന്നേ, ഇവിടെ കുറച്ച് താറാവുണ്ട്. പോയി നോക്കാം. പക്ഷിപ്പനി അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രോഗബാധ ഉണ്ടായ 1 കിലോമീറ്റർ ചുറ്റളവിലെ താറാവുകളെ മുഴുവൻ കൊന്നു കത്തിച്ചു കളയാൻ വേണ്ടി വന്നതാ. സാറേ, അതിനെന്റെ താറാവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സാറേ. എന്റെ സജി, ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്ന NCDC ഡയറക്ടറും മൃഗസംരക്ഷണത്തിന്റെ ആൾക്കാരുമാ. എന്നിട്ടാണ് സംരക്ഷിക്കുന്ന മരം കൊല്ലാൻ പോകുന്നത്. എന്റെ സജി, താറാവ് ഒന്നിന് 200 രൂപ വെച്ചിട്ട് കിട്ടും. നീ ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിറ്റൂന്ന് കരുതിയാ പോരെ? എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വിറ്റൂടെ? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ 200 ഉലുവ ആർക്ക് വേണേ പിച്ചക്കാശി? ആദ്യം ഭോപ്പാലിലെ ലാബിൽ നിന്ന് പരിശോധനാ ഫലം വരട്ടെ, എന്നിട്ട് കത്തിക്കാതെ നിങ്ങളെ. സോമാ, നീ ഹീറോയിസം കളിക്കല്ലേ? ഇവിടുത്തെ താറാവിന്റെ ഇറച്ചി കഴിച്ചിട്ടാ കാട്ടിപ്പുറമ്പിലെ സൂസി ഛർദിലുമായിട്ട് ആശുപത്രി. നീ മിണ്ടാതിരിടി. എടാ, അവരെന്തെങ്കിലും ചെയ്യട്ടെ മുടിയാനായിട്ട്. അല്ല, ഇത് പക്ഷിപ്പനിയാക്കി തീർക്കാൻ ഇയാൾക്ക് എന്ത് തീർത്തെടുക്കാം? വെറുതെ നാട്ടുകാരെ പേടിപ്പിക്കാനായിട്ട്. ഇത് ഇറച്ചി കച്ചവട ലോബിയുടെ ക്രിസ്മസ് കളിയാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവും? സോമാ, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ പണിയെടുക്കുന്ന ഒരാളാ ഞാൻ. നീ ഇപ്പൊ കാണിച്ചോണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ആൾക്കാരെ നീ കൊല്ലാൻ പറ്റരുത്. ഈ നാട്ടിലെ പണക്കാരുടെ പണി എന്താണെന്നും പാവങ്ങളുടെ ഗതി എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഈ നാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തോളാം. കൊടുത്തോളാം. ഓ, കാണാം നമുക്ക്. ആ, ചെല്ല്. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? സോമൻ ചേട്ടാ, എന്നാ ബിരിയാണി പരിപാടിയൊക്കെ ബർത്ത്ഡേ വല്ലതും ആണോ? ഓ, വായനയൊന്നും ഇല്ലല്ലേ? നീ ആ ബാൻഡർ നോക്കിയടാ. അപ്പൊ ചിക്കൻ അല്ലല്ലേ? താറാവേ, ഇതിലും ഭേദം പരാമറ. എന്റെ അവൻ പോട്ടെ. നമുക്ക് പിടിച്ചോ. ബോധമുള്ള ആരെങ്കിലും ഇതൊക്കെ കഴിക്കും? കാണുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതമാണ് ഇവന്മാർ നശിപ്പിക്കാൻ നോക്കുന്നത്. നാട്ടുകാരുടെ പേടി മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ച് ഉദ്ഘാടനം ചെയ്യാണ്. വാ സാറേ. സാറേ, ഉമ്മാരുടെ തലയ്ക്ക് ഓളവാ. എന്റെ സോമ, താനിത് എന്ത് കണ്ടിട്ടാ? നീയൊക്കെ ഇത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ടവന്മാരെല്ലാം വന്ന് പോലീസിന്റെ നെഞ്ചത്ത് കയറും. ഞങ്ങളൊന്നും ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട്. സാറ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ താറാവ് മുഴുവൻ ചത്ത പക്ഷിപ്പനിയായിട്ടൊന്നുമല്ല. ഇത് ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ കായല് കലർന്നിട്ടാണ്. ഓ, അത് ശരി. അപ്പൊ താറാപ്പനി വന്നിട്ടല്ല ഈ താറാക്കളൊക്കെ ചത്തയെന്നാണ് സയന്റിസ്റ്റ് ഐസക് സോമൻ പറയുന്നത് അല്ലേ? കൊള്ളാം സാറേ. ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ വെള്ളത്തിൽ കലർന്നിട്ടാ താറാവുകൾ ചത്തേ. അതിന്റെ പേരിൽ ഈ നാട്ടിലെ താറാവിന് മൊത്തത്തിൽ അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ ഈ പ്രസിഡന്റ് ഫാമിലെ പോത്തർച്ചയ്ക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. സാർ, അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കളികളാ സാറേ. എന്റെ സാറേ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാ സാറി. സോമ, ഈ പരിപാടി ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഇത് കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ തൂങ്ങും. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസെടുക്കാത്തത്. ഡോ, താനിതെല്ലാം എടുത്ത് ജിപ്പിക്കറ്റ്. ഇതിന് പകരമായിട്ട് ഒരു ഇൻഡസ്ട്രി കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. 2 കൈ നീട്ടി കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് നല്ല ചൂടൻ ഫ്രൈഡ് റൈസ് അകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ചെല്ല്. സാർ, താനിങ്ങനെ സമരം കളിച്ച് നടന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്ത് തീർക്കാനാ? സാർ, ഞാൻ അതിന് മാത്രം ദിവസം ലീവ് ഒന്നും എടുത്തില്ലല്ലോ. എന്റെ പണി മുഴുവൻ ചെയ്ത് തീർത്തിട്ടല്ലേ ലീവ് എടുത്തത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടല്ല സമരം ചെയ്തത്. തനിക്ക് ഞാനോ സർക്കാരോ എന്നോ ചൊല്ലാൻ തോന്നുന്നുണ്ടോ? മൈസൂരാനെ ഭരണപക്ഷ പാർട്ടിക്കാരനാ, അത് താൻ മറക്കരുത്. ഓ, അപ്പൊ അതാണ് കാര്യം. തനിക്ക് ലോകം നന്നാക്കണമെങ്കിലേ അത് ഇവിടെ എന്തുകൊണ്ട് പറ്റത്തില്ല? തനിക്ക് കൃഷി വകുപ്പിലാ ജോലി. സാറ്, കേരളത്തിലെ സകല കൃഷി ഓഫീസിലും ടൂർ അടിച്ച് കിടക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട് നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതിന് പറ്റത്തില്ലെങ്കിൽ ഞാൻ VRS എടുത്തോളാം. സോമ,
ഒരരിശത്തിന് കെട്ടിച്ചാടിയ 7 അരിശത്തിന് തിരിച്ചു തരാൻ പറ്റത്തില്ല. സാറേ, എൻ്റെ അച്ഛനായിട്ട് എടുത്ത ലോൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അടച്ചു തീർത്തു. ഇനി കുറച്ച് ലോകം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഒരു ജന്മ ഓരോരുത്തർ സർക്കാർ ജോലി കൊണ്ട് കിടന്ന് തലകുത്തി മറിയുമ്പോഴാണ്. എടാ സോമ, നീ എന്നാ പണിയാടാ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലി കളഞ്ഞ? കുറഞ്ഞത് ശാലിനിയോടെങ്കിലും നീ ഒരു വാക്ക് ചോദിച്ചോ? എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. നിന്റെ ഇഷ്ടം. അപ്പൊ ഇനി എന്റെ മോളും കൊച്ചുമോളും ഒക്കെ എങ്ങനെ ജീവിക്കൂന്നാ? എടാ, നിനക്കൊരു സർക്കാർ ജോലി ഉള്ളത് കൊണ്ടാ നിന്റെ വട്ട് സഹിച്ചിട്ട് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെ. ഞാൻ VRS എടുത്തു എന്ന് കരുതി ഇവർക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഇവർ ഏത് പോസ്റ്റിലാണോ ജീവിച്ചത് ആ പോസ്റ്റിൽ അവർ ഇനിയും ജീവിക്കും. പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കുന്നതാണല്ലോ പോഷ്. മോളെ, ഈ ചെമ്പരത്തി പൂ എടുത്ത് നിന്റെ അച്ഛന്റെ ചെവിയിലോട്ട് വെച്ചു കൊടുക്കും. ഒരു ഉളുപ്പുമില്ല അവന്. ഒന്നും പറയണ്ട. സോമൻചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് സമ്മതിച്ചാൽ ഇനി എനിക്ക് പറ്റത്തില്ല. ഇനി ഞാനും കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാ. എന്ത്? അച്ഛന്റെ കാറ്ററിംഗ് ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ പോവാ. ചേട്ടൻ ഇനി മോളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരി. മാറിക്കേ. ആ, നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. സോമൻ ചേട്ടനാണോ? അതെ. എന്നാ പറ്റിയടാ? അത് ചേട്ടൻ ഓഫീസിൽ നിന്ന് പോണെന്ന് അറിഞ്ഞപ്പോ വന്ന പേടിപ്പരി. നീ ചെന്നൊരു ചായ എടുക്ക്. വേണ്ട, ഈ മോദകൂട്ട് തിളപ്പിച്ച വെള്ളം മതി. വീട്ടിൽ പറഞ്ഞോ ചേട്ടാ? അവളുടെ അച്ഛൻ വന്ന് കുറെ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്തേലും പറഞ്ഞോ? നമ്മളെന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നേ? അങ്ങേരെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് ശകലം കടന്നുപോയില്ലേ? ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ ചേട്ടൻ അതൊക്കെ ചെയ്യാറുന്നല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല ചന്തു. ഇനിയിപ്പോൾ എൻ്റെ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മൈസൂരൻ്റെയും സണ്ണിയുടെ എല്ലാം ഒച്ചപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബഹളങ്ങളല്ലേ ചേട്ടാ എനിക്കൊക്കെ ഒരു ആശ്വാസം. ചില ഭാരങ്ങളൊക്കെ തലേന്നിറക്കി വെക്കുന്നൊരു സുഖമാണ് ചന്തു. അച്ഛാ, ഇന്നലെ രാത്രിയിലെ ടെമ്പറേച്ചർ വല്ലെണ്ണം കൂടി, ശ്വാസം മുട്ടലും. അതാ പിന്നെ അവർ ICUലോട്ട് മാറ്റിയത്. ഇല്ലില്ല, അച്ഛൻ വരണമെന്നില്ല. ഇന്ന് തന്നെ മാറ്റും വാർഡിലോട്ട്. ശരി. എന്താ പറഞ്ഞ അച്ഛൻ? അച്ഛൻ വരണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. ചന്തുവിന്റെ വൈഫല്ലേ? ഇതൊന്ന് സൈൻ ചെയ്യണം. ഞാൻ സംസാരിച്ചോളാം. രണ്ടാളും വീട്ടിൽ പോയിട്ട് വന്നു. ഇല്ല, ഇനിയിപ്പം വാർഡിലോട്ട് മാറ്റിട്ട് പോവാം. ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സംഗതി താറാവ് പനിയാണെന്നാ പറയുന്നത്. അധിക നേരം ഇവിടെ നിൽക്കണ്ട. രാമങ്കരിയിലെ ഒരു 78കാരൻ ഇത് വന്ന് മരിച്ചു എന്നാ അറിയുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ വിളിച്ചോണ്ട് പോയിക്കോ. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചന്തു നമ്മളെ വിട്ടുപോയി. എന്താ എന്ത് പറ്റി? പോയടി, ചന്തു പോയി. ചന്തു, എനിക്ക് കാണണ്ട. വേണ്ട. ഇല്ല, എനിക്ക് കാണണ്ട. എന്നെ വീട് പോണ്ട, പോണ്ട. കണ്ടാ മതി. വേണ്ട, പോണ്ട. നെടുമുടി ഗ്രാമവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് മൈസൂര ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ ചന്തു എന്ന ചെറുപ്പക്കാരന്റെയും
രാമങ്കരി നിവാസിയായ തൊമ്മിക്കുഞ്ഞിന്റെയും മരണകാരണം H5N1 അഥവാ താറാവ് പനിയാണെന്ന് സംശയിക്കുന്നു. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തത്. അവര് പ്രാന്താണ്. അല്ലെങ്കിലും നിന്നറിയുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയോ? എന്നതാ പറ്റിയത്? താറാവത്ത് സെറ്റപ്പായിട്ട് കിടക്കല്ലേ? അച്ചാറിട്ട് വെച്ചോ, അടുത്ത കൊല്ലം വിൽക്കാം. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുത്തനെ അടിക്കാന്നൊക്കെ പറഞ്ഞ സോമ, നീ ഇനിയിപ്പോ അവിടെ ചടങ്ങിനൊന്നും പോവാൻ നിൽക്കണ്ട. നീ അവിടെ ചെല്ലുമ്പോ വല്ലതും ചെയ്താലോ? സോമ, ഒന്ന് സ്റ്റേഷൻ വരെ പോണം. നിങ്ങൾ എന്നാത്തിനാ സാർ അവനെ കൊണ്ടുപോകുന്നേ? മരണപ്പെട്ട ചന്തുവും സോമനും ബിരിയാണി കഴിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട്. പനി കൂടി നിന്നപ്പോൾ അയാൾ ആശുപത്രി പോലും പോകാൻ സമ്മതിക്കാതെ അയാൾ പിടിച്ചു നിർത്തി. എന്റെ സാറേ, അതൊന്നും ആരും കരുതി കൂട്ടി ചെയ്തതല്ലോ. ഞാൻ അവനോട് ആശുപത്രി പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. വാ പോവാ. നീ എന്തൊക്കെയാണ് ഒപ്പിച്ചു വെച്ചേക്കുന്നത്? സാറേ, എന്റെ കൊച്ചറിഞ്ഞോണ്ട് ചെയ്തതല്ല ഒന്നും. പാടോ. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവന്. എന്റെ പിന്നെ എനിക്ക് ഇവനൊരു സ്റ്റാഫ് മാത്രമല്ല, എന്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് പണ്ടേ തോന്നിയത്. നാട്ടുകാരെ ഉദയിച്ച് നല്ല വെള്ളം അവൻ കിടക്കുന്ന സകല തെണ്ടികൾക്കും ഇതൊരു പാഠം. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ബഹളം? അവസാനം ഒരുത്തനെ കൊലക്കൊടുത്തപ്പോ സമാധാനമായല്ലോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടത്. അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പരാതി ഒന്നും വെച്ച് ഒരാളെ പിടിച്ച് അകത്തിടാൻ വകുപ്പുണ്ടോ സാറേ? അങ്ങനെ ആരെങ്കിലും തന്ന പരാതിയല്ലല്ലോ, ചന്തുവിന്റെ വീട്ടുകാരുന്ന പരാതിയല്ലേ? ആ വൈറലായ വീഡിയോ വക്കീലും കണ്ടതല്ലേ? ആ വൈറലായ വീഡിയോയിൽ ചന്തു മാത്രമല്ല,
സോമനും കഴിക്കുന്നുണ്ട് താറാവിറച്ചി. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എന്താണെന്ന്. ഇപ്പൊ പോയിക്കോ. ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് മാഷേ. നീ കഴിച്ചോ? വിശപ്പില്ല, പിന്നെ കഴിച്ചോളാം. കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ചേട്ടൻ ഇനി ആരും ഉപദേശിച്ച് ഉപദ്രവിക്കരുത്. അവനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല മോളെ. മോള് വിഷമിക്കാതെ. ഇവൻ 1.5 വയസ്സുള്ളപ്പോഴാ ഇവന്റെ അച്ഛൻ ഗൾഫിൽ പോയത്. 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഹാർട്ടിന് എന്തൊക്കെയോ പ്രശ്നമായിരുന്നു. 5 വർഷത്തോളം ഏതാണ്ടൊക്കെ മരുന്ന് കഴിച്ചു. അതോടെ കിഡ്നിക്കും പ്രശ്നമായി. 9ാം വയസ്സിൽ എൻ്റെ കുഞ്ഞ് ദിവസവും പൊയ്ക്കൊണ്ടിരുന്നത് സ്കൂളിലേക്കായിരുന്നില്ല, ആശുപത്രിയിലേക്കായിരുന്നു. അച്ഛന് കൂട്ടുകിടക്കാൻ അവന്റെ ഗതികേട് മറ്റാർക്കും വരത്തില്ലേ എന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്റെ മോനിങ്ങനെ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. എത്ര ഭാര്യമാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ മോള് ജനിച്ച ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് മിനിയുടെ വീട് വരെ ഒന്ന് പോണ്ടേ? ഇപ്പൊ തന്നെ പോവാം. പോലീസിൽ പരാതി കൊടുത്തത് വൈകിയ ചേച്ചി ഞാൻ അറിഞ്ഞത്. അതൊന്നും സാരമില്ല മിനി. പനി പെട്ടെന്ന് വെള്ളം കൂടിയത്. ഹോസ്പിറ്റലിൽ പോവാൻ ചന്ദന്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞതാ. എന്നിട്ടും ചുക്കാപ്പി കുടിച്ച് പൊതിച്ചു മുടി കിടന്നു. അന്ന് രാവിലെ വിറയില് കൂടിയപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും ബ്ലഡ് ഹാപ്പി ബർത്ത്ഡേ ഇന്ത്യ. താങ്ക് യു മാം. ജോർജ് മാഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഐസിയുന്ന് മാറ്റിയോ? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആകുമെന്നാ പറയുന്നത്. എനിക്കിതുവരെ ഒന്നും പോകാൻ പറ്റിയില്ല. വിസിറ്റേഴ്സ് അലൗഡ് അല്ലേ? ഓ അതെ സർ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു സർ. ഹാപ്പി ബർത്ത്ഡേ മോളോ. താങ്ക് യു മാം. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ സാറേ എന്ത് പറ്റി?
ഹലോ, ഇന്ത്യയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ആ ശരി, ഓക്കെ, ഞാൻ പറയാം. സോമചേട്ടൻ എവിടെ അമ്മേ? അവൻ പുറത്തുണ്ട്. എന്നാടി? സോമചേട്ടാ, അമ്മേ, സോമചേട്ടാ, സോമചേട്ടാ, കണ്ണു തുറക്ക് സോമചേട്ടാ. മോളിതേലും ഒപ്പിട്ടെ. എന്നാത്തിനാ? സോമനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമെന്നാ പറയുന്നേ. മോളുടെ 10ാം പിറന്നാളല്ലേ? എന്റെ ഈശ്വരാ. എന്ന് വെച്ചാ കുഞ്ഞ് ജനിച്ച് 10ാം വയസ്സിൽ കുഞ്ഞിന്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല, മരണം ഏകദേശം ഉറപ്പാ. അനഫിലാക്റ്റിക് ഷോക്ക്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. പനിയും ശരീരവേദനയായിട്ടാണ് ഇയാൾ വന്നത്. ഡൈക്ലോഫെനാക് എന്നൊരു പെയിൻ കില്ലർ ഉണ്ട്. അതാ ഡോക്ടർ പയ്യൻ മസ്കുലറായിട്ട് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ചാടി കയറി IV ആയിട്ടാണ് കൊടുത്തു. അതും ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെ. എന്ന് വെച്ചാ മസിലിൽ കുത്തേണ്ടത് ഞരമ്പി കുത്തി ഇങ്ങനെയൊക്കെ പറ്റും. MBBS പോലും പാസ്സാവാതെ ജനറൽ പ്രാക്ടീസിന് വരുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കാശിലാവാൻ നോക്കി ചികിത്സിക്കാൻ വിടുമ്പോൾ ഇതിനപ്പുറം പറ്റും. ഇതിലപ്പുറം ഇനി എന്നാ സംഭവിക്കാനാ? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതേ താറാവിന് വരുന്നൊരു ദീനത്തിന് എന്തുവാ പറയുന്നേ? H5N1. താറാപ്പനി, അത്രയും മതി. ഇവന് വന്നത് താറാവ് പനി. താൻ എൻ്റെ കൂടെ നിന്ന് നിന്നാൽ മാത്രം മതി. അതിന് വൈറോളജി ലാബിൽ നിന്ന് രോഗം കൺഫേം ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഓ, കണ്ടം പോലെ കിടന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു കടലാസ് കിടുതാപ്പ് ഒന്നുമില്ലാതെയാ കെട്ടിടവും സെറ്റപ്പ് ഒക്കെ കെട്ടിപ്പൊക്കിയത് ഈ മൈസൂരാൻ. പിന്നെയാ ഈ സൂക്കേടിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അതെ, ദീനം വന്ന് തട്ടിപ്പോയവന്റെ ബന്ധുക്കളുടെ ദീനരോധനം കേട്ട് നാട്ടുകാരൊന്ന് ഞെട്ടണം. അപ്പോഴാ സംഗതി കളറാവുന്നത്. മനസ്സിലായ? കുഴപ്പമില്ല, അൺകോൺഷ്യസാ. ഗുരുത്വമായി. ഇല്ലെങ്കിലേ ഇയാളുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നേന് ഏതെങ്കിലും കുരുടാനോ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ. താമ്പാ. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. ചന്തുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. വ്യാജ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക. മൈസൂരാനെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുക. ഭരണത്തിന്റെ
അറസ്റ്റ് ചെയ്യപ്പെട്ട ചന്തു എന്ന യുവാവിന്റെ മരണം വഴിത്തിരിവിലേക്ക്. സോമൻ എന്ന കൃഷി ഓഫീസറുടെ നിശ്ചയദാർഢ്യവും വ്യത്യസ്തമായ സമരമുറകളും ഇവിടെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോർജ് തോമസ് എന്ന വ്യക്തിയുടെ സാക്ഷിമൊഴിയിൽ നിന്ന് ആരംഭിച്ച കേസ് പിന്നീട് കൂടുതൽ തെളിവുകളുടെ പിൻബലത്തോടുകൂടി വളരെ കരുത്താർജിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചന്തുവിന്റെ മരണം പക്ഷിപ്പനി മൂലമാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയ കേസ് സോമൻ എന്ന കൃഷി ഓഫീസറുടെ ശക്തമായ ഇടപെടൽ മൂലം അത് ആശുപത്രി ജീവനക്കാരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണമാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. ഇത് മൈസൂരൻ എന്ന രാഷ്ട്രീയക്കാരനിലേക്കും അയാളുടെ അനുയായികളിലേക്കും അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേസിനാസ്പദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ജോർജ് തോമസിനൊപ്പം സോമനും നെടുമുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർ, ഈ ഒരു അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഇവന്മാർ ഒരു കാരണമില്ലാതെ ജോർജ് മാഷിനെ 2 ദിവസം ICUവിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ഇവരുടെ തെറ്റ് തന്നെയാണ് ഇവർക്ക് വിനയായത്. പിന്നെ ഇവർ വിശ്വസിച്ചിരുന്നത് ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരാളും പ്രതികരിക്കാൻ വരില്ല എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാടൊന്നും നന്നാൻ പോകുന്നില്ല. അതിനെല്ലാവരും സഹകരണം വേണം, പ്രത്യേകിച്ച് മീഡിയക്കാരുടെ. അല്ലാതെ രാഷ്ട്രീയക്കാരിരുന്ന് എച്ചിൽ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വാർത്തകളും ചർച്ചകളും സംഘടിപ്പിക്കുകയല്ല മീഡിയ ചെയ്യേണ്ടത്. നമ്മൾ അന്യായം എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ജാതിയോ മതമോ വലിപ്പമോ ചെറുപ്പമോ രാഷ്ട്രീയമോ നോക്കാതെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരണം, പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. താങ്ക് യു. ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ജോർജ് വർഗീസ്, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് ഒരതിഥിയായിട്ടാണ്. പക്ഷേ ഇന്നിവിടെ നിൽക്കുന്നത് വ്യക്തിപരമായി എനിക്കേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതെൻ്റെ 2ാം ജന്മമാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരുപക്ഷെ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയേക്കാമായിരുന്ന ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ഒരു കൊച്ചുമിടുക്കിയാണ്. വളരെ രസകരമായ ഒരു പേരിനുടമയാണ് ആ കുട്ടി, ഇന്ത്യ. അതിലും രസകരമാണ് അവളുടെ രീതികൾ. സർ, 9 വർഷം പ്രാഥമിക വിദ്യാഭ്യാസം ഒന്നും നേടാതെ നേരിട്ട് പ്രവേശന പരീക്ഷ എഴുതി ഉയർന്ന ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയ കുട്ടി കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ഇന്ത്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വാ മോളെ, കയറി വാ. ഈ കുഞ്ഞു നൽകിയ കൃത്രിമശ്വാസത്തിന്റെ പച്ചയിൽ ജീവശ്വാസം നേടിയ ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യമോ പ്രസക്തിയോ ശാസ്ത്രീയതയോ ഒന്നും ഇന്ത്യക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അന്ന് ചെയ്തത് എന്താണെന്ന് അറിയുമോ മോൾക്ക്? അറിയാം സർ. അതിന്റെ പേര് CPR ആണെന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനാണോ ഇതൊക്കെ മോൾക്ക് പഠിപ്പിച്ചു തന്നത്? സ്കൂളിൽ പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയുടെ അച്ഛൻ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോമനെ എനിക്ക് നേരത്തെ അറിയാം സാർ. ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോമനെയും സോമന്റെ സമര രീതികളെയും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ ഈ നാട്ടുകാർ. സോമ, 2 വാക്ക്. ഇന്ത്യയെക്കുറിച്ച്, സോമനെക്കുറിച്ച്, സോമന്റെ ചിന്തകളെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, പലയിടത്തും പാടെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. വീട്ടിലും നാട്ടിലുമൊക്കെ ഒരുപാട് പരിഹാസത്തിനിരയുമായിട്ടുണ്ട്. ഇരട്ട പേരുകൾ തന്നെ പലതായിരുന്നു. പാഴ് സോമൻ, ഭ്രാന്തൻ സോമൻ, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് നിങ്ങൾക്കൊക്കെ ആയിരിക്കും. ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ തന്നെ എൻ്റെതായ ജീവിത രീതികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരംശം ഞാൻ എൻ്റെ മകൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്.
വളരെ പ്രാക്ടിക്കലായിട്ടാണ് സാർ ഞാൻ അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് എന്നങ്ങനെ ചെയ്യാൻ സാധിച്ചത്. കുറച്ചുകൂടി തെളിയിച്ച് പറയാം. ഇവിടെ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും. അതിനല്ലേ സോമ ആ സിലിണ്ടർ അവിടെ ഇരിക്കുന്നത്, അതെടുത്തങ്ങ് കെടുത്തണം. ശരി, അതിനിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ സിലിണ്ടർ ഉപയോഗിക്കാൻ അറിയാം? ഇതാണ് സാർ നമ്മുടെ അവസ്ഥ. ഇതും കൂടെ ചേർന്നതായിരിക്കണം വിദ്യാഭ്യാസം. നമ്മുടെ ചുറ്റുപാടുകളെ തൊടാതെയും അറിയാതെയുമുള്ള ഈ അഭ്യാസം നമുക്ക് എന്തിനാണ് സാർ? കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഒരു നാട് ജീവിക്കാൻ കൊള്ളാതെ ആകുന്നത്. ഒരു ബൈക്ക് അപകടം ഉണ്ടായാൽ കള്ളത്തരം കാണിച്ച റോഡ് കോൺട്രാക്ടറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽമറ്റ് വെക്കാത്ത നമ്മുടെ ഉത്തരവാദിത്ത കുറവിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. രോഗിയുടെ കഴുത്തിറക്കുന്ന ആശുപത്രികൾ മാത്രമല്ല, ക്യാൻസർ പരത്തുന്ന കീടനാശിനികൾ തളിക്കുന്ന കർഷകൻ ചെയ്യുന്നത് ക്രൂരത തന്നെയാണ്. നമ്മൾ ഒരിടത്ത് വിതയ്ക്കുന്ന കള്ളത്തരം മറ്റൊരിടത്ത് നിന്ന് നമ്മൾ തന്നെ കൊയ്യും. പാലിൽ മായം കലർത്തി വിൽക്കുന്നവന് വാങ്ങുമ്പോൾ കിട്ടുന്ന കെമിക്കലിൽ കുളിച്ച മീനായിരിക്കും. മനുഷ്യർ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ആ ലോകം നമുക്കാരും കൊണ്ടുത്തരത്തൊന്നുമില്ലെന്നേ. അത് നമ്മൾ തന്നെയാണ് പണിതുണ്ടാക്കേണ്ടത്. മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാ നമുക്ക് അവരോട് റെസ്പോൺസിബിൾ ആകാതിരിക്കാൻ സാധിക്കുക? എൻ്റെ ഈ വീതുളി കൃതാവ് എനിക്ക് മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി മറക്കാതിരിക്കാനുള്ള ഒരു റിമൈൻഡറാണ്. ഇത് കണ്ട് പലരും എന്നെ ഭ്രാന്തനെന്നും പഴഞ്ചനെന്നൊക്കെ വിളിച്ചേക്കാം. എനിക്ക് യാതൊരു പരാതിയില്ല. ഏതൊരു വീതുളിയും തേച്ച് മിനുക്കിയാൽ നല്ല മൂർച്ചയുണ്ടാവും. ആവശ്യമില്ലാത്തതിനെ മുറിച്ചു മാറ്റാൻ, ആവശ്യമുള്ളതിനെ ചീകി മിനുക്കുവാനുമുള്ള തീർച്ചയും മൂർച്ചയുമാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് എവിടെയും പറയാനുള്ളൂ. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. എൻ്റെ വിശ്വാസം ഒരിക്കലും തോക്കില്ലെന്ന് എനിക്കറിയാം. കാരണം മനുഷ്യനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാനെന്നും നീയെന്നും പറഞ്ഞ് വഴക്കടിക്കുമ്പോൾ നമ്മളെന്ന വാക്കിൻ്റെ കുടക്കീഴിലേക്ക് ചേർത്ത് നിർത്താൻ മനുഷ്യരൊരിക്കലും മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു മോശം കാലത്തെയും നമ്മൾ മറികടക്കും. മനുഷ്യൻ എന്നത് മനോഹരമായൊരു വാക്ക് തന്നെയാണ്. പ്രളയത്തിൽ ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കുക. പശ്ചിമഘട്ടം സംരക്ഷിക്കുക. പശ്ചിമഘട്ടം സംരക്ഷിക്കുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. പ്രളയത്തിൽ ഭവനരഹിതരായവരെ പുനരധിവസിപ്പിക്കുക. ആവാസ വ്യവസ്ഥ ജലസംരക്ഷണ സമിതി ജനസംരക്ഷണ സമിതി ജനസംരക്ഷണ സമിതി പ്രകൃതി ജനസംരക്ഷണ സമിതി. എന്താ ഓന്റെ ഇന്നത്തെ വിഷയം? സാറേ, ഈ കൊറോണ കാലത്ത് പ്രളയം വരാഞ്ഞതേ ലോകം മൊത്തം കുറച്ചു കാലം ലോക്ക്ഡൌൺ ഉണ്ടായതുകൊണ്ടാണെന്ന് സോം പറയുന്നു. ആ ഓന്റെ വിശ്വാസം അതിനെ. അതുകൊണ്ട് ഇനി എല്ലാ വർഷവും കേരളത്തിൽ നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ലോക്ക്ഡൌൺ വെക്കണമെന്നും അത് ലോകം മാതൃകയാക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നടന്നു തന്നെ. പോരാത്തതിന് 1 മാസത്തെ പലചരക്ക് റേഷനവും കൊടുക്കണമെന്നും. ഇപ്പോൾ കിട്ടിയത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.